നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. അന്യഭാഷയുള്ള എല്ലാവരും ആരും അലക്ഷ്യമായിരിക്കാതെ അന്യഭാഷയിൽ തന്നെ ശബ്ദമുയർത്തി ശ്രദ്ധിച്ചുകൊണ്ട് നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. Hallelujah, 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 hallelujah. Oh, thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, oh, hallelujah, hallelujah, hallelujah. Hallelujah, പാടിടാ ഉയർത്തിടാമേശുനാമം. Hallelujah, പാടിടാ ഉയർത്തിടാമേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാതീരാ. ഓ വല്ലഭനാമേശുവേ ആരാധിച്ചാതീരാ. ആരാധിച്ചാതീരോ വാതിലുകൾ തുറക്കും. ആരാധിച്ചാതീരോ വാതിലുകൾ തുറക്കും. എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാ ഉയർത്തിടാമേശുനാമം. ഹല്ലേലൂയ പാടിടാ ഉയർത്തിടാമേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാതീരാ. ആമേൻ. വല്ലഭനാമേശുവേ ആരാധിച്ചാതീരാ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ എന്റെ യേശുവെ ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ പാടിടാ ഉയർത്തിടാമേശുനാമം. 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 ആമേൻ. വല്ലഭനാമേശുവേ ആരാധിച്ചാതീരാ. ആമേൻ. വല്ലഭനാമേശുവേ ആരാധിച്ചാതീരാ. ആരാധിച്ചാതീരുമ്പോ വാതിലുകൾ തുറക്കും. ആരാധിച്ചാതീരുമ്പോ വാതിലുകൾ തുറക്കും. എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. എരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാ ഉയർത്തിടാമേശുനാമം. ആമേൻ. ഹല്ലേലൂയ പാടിടാ ഉയർത്തിടാമേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാതീരാ. ആമേൻ. വല്ലഭനാമേശുവേ ആരാധിച്ചാതീരാ. യേശു നല്ലവേ, അവൻ നല്ലവേ, അവൻ ദയയോ
പോലെ സ്തുതിച്ചിടുക യേശുവിൻ നാമം അവൻ പെരുവെള്ളത്തിൽ സ്തുതിച്ചിടുക യേശുവിൻ നാമം ആമേൻ ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും കാത്തുകാത്തല്ലോ അവനിലേക്ക് ഞാൻ വന്നല്ലോ അവൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ തന്നെ കയറ്റി അവൻ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ തന്നെ കയറ്റി അവൻ ഹല്ലേലൂയ മുങ്ങി നിന്റെ സ്നേഹത്തിൽ മുങ്ങി ഓരോ നിമിഷവും ഈ ജീവിതത്തിൽ ആസ്വദിക്കുവാൻ കർത്താവിന്റെ കൃപ ഞങ്ങളിൽ നിറയ്ക്കുന്നതിനായിട്ട് ആരാധനയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും മുട്ടോളമല്ല കർത്താവെ, പാദം നനഞ്ഞാൽ പോരാ, മുട്ടോളം എത്തിയാൽ പോരാ കർത്താവെ, അരയോളമാകുമ്പോൾ തൃപ്തിയാകുന്നവരെ പോലെയല്ല, നീന്തി തുടിച്ച് അതിൽ മുങ്ങിക്കൊണ്ട് ക്രിസ്തുവിന്റെ നിറവിൽ നിറഞ്ഞു നടക്കുവാൻ, അങ്ങയുടെ മാറിൽ ചാരിയിരിക്കുവാൻ, അങ്ങയിലായിരിക്കുവാൻ, നിന്നിൽ വസിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുവാൻ നീ ഒരുക്കുന്ന കൃപയ്ക്കും ഞങ്ങൾക്ക് തന്ന അവകാശത്തിനുമായിട്ട് നിന്നെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ ഹൃദയങ്ങളും കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ലോകത്തിൽ കാണുന്നതോ നമ്മുടെ ചുറ്റും നടക്കുന്നതോ ഒന്നുമല്ല, അതിനപ്പുറമായി ഞാൻ ക്രിസ്തുവിലുള്ളവൻ, ഞാൻ അവനിൽ നിറഞ്ഞു നിൽക്കുന്നു, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, എന്റെ ജീവിതത്തിൽ കർത്താവിന് ഏറ്റവും നല്ല ഉദ്ദേശങ്ങളുണ്ട്, എന്നെ പറ്റി കരുതുന്നവനാണ് അവൻ, എന്നെ കൈവിടുന്നവനല്ല, എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പറഞ്ഞവൻ, എന്നെ കളഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞവൻ. 100 ആടുണ്ട്, അതിൽ 99 ഉണ്ട് കയ്യിൽ, പക്ഷെ ഒന്ന് കളഞ്ഞു പോയാൽ, ഞാൻ നഷ്ടപ്പെട്ടാൽ എനിക്ക് വേണ്ടി വരുന്ന കർത്താവ്, എന്റെ പുറകെ എന്നെ തേടി വരുന്ന കർത്താവ്, ഞാൻ ഏത് ആൾക്കൂട്ടത്തിന്റെ നടുക്ക് നിൽക്കുമ്പോഴും എന്റെ മേലേക്ക് അവന്റെ അറ്റൻഷൻ മുഴുവനായി വരുന്നു. അവൻ ഉയരത്തിൽ കുറിയവനായതുകൊണ്ട് ഓടി അത്തിമരത്തിന്റെ മേൽ കയറി, പക്ഷെ യേശുവിന്റെ കണ്ണ് അവന്റെ പുറകെ ചെന്നതുപോലെ. ഓ ഹല്ലേലൂയ, കുറവുകളെ നികത്തുന്ന കർത്താവ്. ഓ ഹല്ലേലൂയ, ഏറ്റവും നല്ല പൊൻപാത്രങ്ങൾ ഒഴിഞ്ഞിരുന്നപ്പോൾ പുറത്തു കിടന്ന കൽപാത്രങ്ങളുടെ ഒഴിവ് കണ്ടാൽ അതിൽ നിറയ്ക്കുന്നവൻ, അതിൽ മധുരമേറിയ വീഞ്ഞു നിറയ്ക്കുന്നവൻ, തള്ളപ്പെട്ടവനെ നോക്കി നടക്കുന്നവൻ, ഓ ആരുമില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവനെ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്നവനെ നോക്കി അവന്റെ പുറകെ വരുന്ന കർത്താവ്. ഓ നിന്റെ മേലെ അവന്റെ കണ്ണ്. His eyes are upon you because you are his pupil of his eyes. Hallelujah. You are his own property. You are his own love. Oh hallelujah. His eyes are fixed upon you. His eyes are fixed upon you. Oh ഭാരപ്പെടരുത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ തള്ളപ്പെട്ട് എനിക്ക് നിരാശ ഉണ്ടെന്ന് പറയുന്ന നിരാശയുടെ അല്പമെങ്കിലും അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ഓ ഇന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, നിന്നെ കരുതുന്നവൻ, ഓ നിന്റെ പെറ്റ അമ്മയേക്കാൾ അധികമായി നിന്നെ കരുതി ഈ ലോകത്തിൽ അയച്ചവൻ, നിനക്ക് വേണ്ടത് സകലതും ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ അറേഞ്ച് ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുന്നവൻ, ഓ അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ലെന്നും അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ലെന്നും അവന്റെ വചനം പറയുമ്പോൾ, oh everything is possible through Jesus because he has the best plan for you. He has already drafted the best plan for you. Why I'm keep on repeating this every week? Because I want to make sure that everyone knows this fact.
I want to make sure it. Oh, hallelujah. മറ്റൊരാളുടെ വിശ്വാസത്തിൽ ഊന്നി നടക്കാനല്ല. ഓ മറ്റൊരാളുടെ പ്രാർത്ഥന കണ്ടിട്ട് അവിടെ പ്രാർത്ഥന വലുതാന്ന് പറയാനല്ല. നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്, നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഓ മറ്റാരുടെയെങ്കിലും പുറകെ പോയി അവരുടെ വിശ്വാസത്തിൽ താങ്ങി നിൽക്കാനല്ല. എന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു, എന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാന്ന് പറഞ്ഞുകൊണ്ട് ഡിക്ലെയർ ഇറ്റ് ആൻഡ് ഗോ ഫോർവേഡ്. ഓ റബദ ശഖബറബദബബ. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ലെന്നും അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ സാധിക്കില്ലെന്നും അവന്റെ വചനം പറയുന്നെങ്കിൽ ഓ ഹല്ലേലൂയ, അധികാരത്തിന്റെ സകല മേഖലകളുടെയും തലപ്പത്തിരിക്കുന്നവൻ അവനാ. Oh, he is the head of every authority. He is the head of every principalities. He is the head of every power. ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് നിയമ തടസ്സമാണെങ്കിലും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിനേക്കാൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന എന്റെ കർത്താവിനെ നീ മഹത്വപ്പെടുത്തി തുടങ്ങുമ്പോൾ ഓ ഹല്ലേലൂയ, വാതിലുകൾ ഓരോന്നായിട്ട് തുറക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. നീ അർത്ഥബോധാവസ്ഥയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുമ്പോഴും you may not be totally conscious, but when you are coming out of the issue, you will turn back and you will worship him, you will praise him, and you will say, oh my God, this is mighty Jesus. Oh rabakada shaba baba. ഇന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ മക്കളും നിങ്ങളുടെ ഹൃദയം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കട്ടെ. Oh, stick your heart with his heart. Oh hallelujah, grab everything from him, grab the joy from him, grab the power from him, grab all the anointing from him. No one can fill you like Jesus, because he is the fullness of God. He is the fullness of the Godhead. Oh hallelujah, rabadaba shaba. When you are getting attached to him, you will get power, you will get everything from him, because your source is an abundant source which never stops. Oh rabakama shederi vikia baba. Oh ശരീരത്തിൽ വെറുതെ കേട്ടൊരു ആവേശത്തിലല്ല, നിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുന്ന തീ, നിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് കത്തുന്നത്. ഓ നിന്റെ ഉള്ളിലിരിക്കുന്ന അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇപ്പോൾ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അത് റിയലൈസ് ചെയ്യണമെങ്കിൽ ആദ്യ ഹൃദയകാലിനെയൊക്കെ മാറ്റി വെച്ചിട്ട് പറഞ്ഞേ, കർത്താവേ, I don't believe these senses. What I see, I don't believe it. What I hear, I don't believe it. What I taste, what I touch, I don't believe those things. I believe the supernatural power of God which can do anything for me. Oh rakaba shederiya mama mashokoba. ഓ ഹല്ലേലൂയ. മനുഷ്യൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പദ്ധതി അല്ല നിന്റെ മേൽ നടക്കാൻ പോകുന്നത്. നീ ആലോചിച്ചു വെച്ചിരിക്കുന്ന പദ്ധതി അല്ല നിന്റെ മേൽ നടക്കാൻ പോകുന്നത്. നീ കണക്ക് കൂട്ടിയതിൽ ചിന്തിച്ചതിനപ്പുറമായി, നീ വിചാരിക്കുന്നതിനപ്പുറമായി, far above everything, far above all the principalities, because Jesus has been seated in the heavenly places. Oh bakashe meme. Oh hallelujah, hallelujah. നീ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ നിമിഷത്തിൽ, ഈ സമയത്ത് നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത വഴികളിലൂടെ കർത്താവ് നിനക്ക് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങൾ വരെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. Oh hallelujah, അത് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുക. It is already done. But if you want to know those things, oh bakasha baba, just depend upon him. Put trust on Jesus. Put your whole trust on Jesus. Never ever rely upon anyone. Put the trust upon him. ആശ്രയം യേശുവിൽ വെച്ചുകൊണ്ട് ഫ്രീ ആയി. ജീസസ്. നാളുകൾക്ക് ശേഷമുള്ള കാര്യത്തിനെ പറ്റി പോലും വറി ചെയ്ത് തുടങ്ങുന്നവരുണ്ട്. ഓ ജീസസ്. അത് ജാതികൾ അന്വേഷിക്കുന്നു എന്നവന്റെ വചനം പറയുന്നത്. ജാതികൾ അന്വേഷിക്കുന്നു. നീയോ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഒന്ന് വിളിച്ചു പറഞ്ഞു, നീയോ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാനോ തെരഞ്ഞെടുക്കപ്പെട്ടവൾ. വിളിച്ചു പറഞ്ഞു, I am an elected one, I am a chosen one. ജാതികൾ അന്വേഷിക്കുന്നത് പോലെ, ഓ പണ്ട് ഞാൻ അന്വേഷിച്ചു നടന്ന പോലെയല്ല, ഇന്ന് ഞാൻ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുക. I am chosen, I am selected. I have been chosen by God.
Oh, hallelujah. Hallelujah. കാനഡയിൽ വരുമ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്റെ തലമുറകൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഓ ഹാലലൂയ. നീ ചിന്തിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ നിന്റെ തലമുറകൾക്കുള്ളത് കരുതി വെച്ചിട്ടാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓ, നീ വന്നതല്ല, നിന്നെ ഇവിടെ വിട്ടതാ. നീ വന്നതല്ല, നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ല. കർത്താവേ, എനിക്ക് എന്റെ കുടുംബത്തിന്, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം. തീരുമാനം നീ എടുത്തതല്ല, കർത്താവ് എടുത്തതാ. Jesus. Thank you, Jesus. Hallelujah. He has taken the decision, not you. You just fell in that plan. You fell in the plan, and that is why everything is oh, hallelujah. He is the same yesterday, today, and forever. You have not chosen that. He decided it even before the foundations of the earth was laid. Amen. You didn't move to Canada. You didn't take the decision. He prompted you to do it. But at the right time, you have been placed here because of his plan. Oh, hallelujah. തലമുറകളെ പറ്റി ചിന്തിച്ച് എന്റെ തലമുറകൾക്ക് അനുഗ്രഹം കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നോ, അതിനു മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ തലമുറകൾക്കുള്ള സകലതും നിനക്ക് വേണ്ടി ചെയ്തെടുത്ത് വെച്ചിരിക്കുക. അവനിൽ പ്രിയനായവനിൽ തോന്നിയ കൃപാധന പ്രകാരം, because of Jesus, because of Father's love through Jesus has flown to you, you have been chosen. Oh Jesus, hallelujah. ഞാൻ അനാഥനല്ല, എനിക്കൊരു പിതാവുണ്ട്. മാതാവിന്റെയും പിതാവിന്റെയും സഹോദരങ്ങളുടെയും എല്ലാം റോൾ എടുക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ നിറവായിരിക്കുന്ന ക്രിസ്തുവിലെ ഞാൻ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തിനെ പറ്റിയാ ഇനി വ്യാകുലപ്പെടാനുള്ളത്? എന്തിനെ പറ്റിയാ ചിന്തിക്കാനുള്ളത്? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർക്കാ നിൽക്കാൻ സാധിക്കുന്നു? അവന്റെ വചനം പറയുന്നു, കുന്നുകൾ നീങ്ങിപ്പോവും, ഈ ആകാശത്തെ ഞാൻ ചുരുട്ടിക്കളയുന്നവർ. അവൻ നിനക്ക് അനുകൂലമാണ്. He is in favor of you. He is totally in love with you. How much more he will do for you? Oh Jesus. Oh Jesus. You are his beloved. Amen. Amen. You are his beloved. Amen. Thank you, Jesus. Jesus. Oh, Jesus. Jesus. ആരാ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? നിങ്ങളുടെ ജീവിത പങ്കാളിയാണോ? നോ. അമ്മയാണോ? നോ. അപ്പനാണോ? അല്ല. ക്രിസ്തുവിന്റെ സ്നേഹം ആര് സ്നേഹിക്കുന്നതിലും അധികമായി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് വിൽ നെവർ ചേഞ്ച്. ലോകത്തിന്റെ സ്നേഹം എല്ലാം മാറിപ്പോകും, പക്ഷെ ഈ സ്നേഹം ഉണ്ടല്ലോ, this will flow eternally to you because you have been chosen. ഒരു ചെറിയ ടൈം ഫ്രെയിമിന് വേണ്ടി ഓ ഹാലലൂയ ഇവിടെ വന്നിട്ടാണോ ഭാരപ്പെടുന്നത്? കാനഡയിൽ വന്നു, കർത്താവ് ഇനി എന്ത് ചെയ്യും? ഞാൻ പല സമയത്ത് ഞാൻ സ്റ്റക്ക് ആവുന്നു. നോ, ഇറ്റ് ഇസ് ഡൺ. ഇറ്റ്സ് ഡൺ. എല്ലാ ഭാരത്തെയും ഒന്ന് മാറ്റിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി നിൽപ്പുണ്ടെങ്കിൽ ഇനി മറ്റൊന്നിനെ പറ്റി എനിക്ക് ചിന്തിക്കാനില്ല. എന്റെ കാര്യങ്ങൾ മുഴുവൻ അവന്റെ പദ്ധതിക്കനുസരിച്ച്, അവന്റെ പദ്ധതിക്കനുസരിച്ച്. എന്റെ പ്ലാൻ അല്ല, അവന്റെ പ്ലാനിനനുസരിച്ച്. ഓ ഹാലലൂയ, ഹാലലൂയ. He's moving in every moment. My Jesus is moving in a very strategic way because his plan is already there. He will just push you to those places where he wants to establish you and show his might. If you're facing a challenge, you have been placed there to show his might. You are his showpiece. He wants to show his might upon you. You have been chosen for it. When a difficulty comes, when a situation is turning against you, just believe his action has been started. Amen.
When you're filled with glory, Amen, Jesus. even when you're placed in the darkness has to flee because His glory is in you. You have been placed in darkness for a purpose. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇരുട്ടാണെന്ന് പറയാനല്ല, നിന്നെ അവിടെ നിർത്തിയിരിക്കുന്ന വെളിച്ചമാകാൻ. നീ നിൽക്കുന്നിടത്ത് നിൽക്കുമ്പോ ഇരുട്ട് ഓടിപ്പോണം, നീ ശാസിക്കുക പോലും വേണ്ട, നീ നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്ക എന്ന് അവന്റെ വചനം പറയുന്നു. Be firm. Stand firm. Oh, hallelujah. Hallelujah. ഏത് പ്രതിസന്ധിയുടെ ഒന്ന് ഉറച്ചു നിന്നേ. You are permitting God to act upon it. When you wave, He cannot act. When you sway on the problem, He cannot act. Be still. That is why God says, be still. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, മോനെ അനങ്ങാതിരുന്നേ, ഒന്ന് അനങ്ങാതിരുന്നേ. എന്തുകൊണ്ടാ? When you move, it's dangerous. Don't sway. Be still and know He is God. Because He wants your stillness. നീ സ്വസ്ഥനാകുമ്പോൾ, നിന്റെ ചിന്ത മുഴുവൻ മാറി നീ സ്വസ്ഥനാകുമ്പോൾ, when you come to a stillness, He will start acting upon it. He wants your stillness. Hallelujah. ഇതെന്നെ കേൾക്കുന്നവരോട്, നീ അജിറ്റേറ്റഡ് ആയിരിക്കുമ്പോൾ, നീ ഭാരപ്പെട്ടുണ്ടെങ്കിൽ, പ്രശ്നത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് കർത്താവ് ഇനി എന്താകും എന്ന് ചോദിക്കുമ്പോൾ, you are deteriorating His actions. You are pulling it back. Oh, hallelujah. You are retarding it. പുറമോട്ട് വലിക്കുക. കർത്താവ് പറയും, ഞാൻ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. Why you are blocking me? Thank you, Jesus. എല്ലാ ഭാരത്തെയും വിട്ട് കളഞ്ഞുകൊണ്ട് കർത്താവിനോട്, കർത്താവ് നിന്നിൽ ഞാൻ ട്രസ്റ്റ് വെച്ചിരിക്കുന്നു. I put my whole trust upon you. ഒരു സാഹചര്യവും അനുകൂലമല്ല, but I know I put the trust upon you. I know you will act for me. Jesus. Hallelujah. ആരാധനയിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയാം, സ്വിച്ച് ഓഫ് യുവർ സെൻസസ്. അത് ഇന്നയാള് പറഞ്ഞതല്ലേ, ഇന്നയാള് പറയുന്നതല്ലേ, ഓക്കെ, ഇത് ഞാനിപ്പോ ഇങ്ങനെ കേട്ടോണ്ടെങ്കിൽ, ഇത് കുറെ നാളായി കേൾക്കുന്നത്, നത്തിങ് വിൽ വർക്ക് ഫോർ യു. ബട്ട് ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് ദ വേർഡ് ഓഫ് ഗോഡ്, exactly those things will happen in your life. You will get shocked sometimes when He acts on your issues. You will get shocked. In that manner He can act. Oh, Radha Shaka. കർത്താവ് എനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ ഒന്ന് വിളിച്ചു പറഞ്ഞു, He is in my favor. ലോകത്തിൽ പലരെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ധൈര്യം തോന്നും. ഓ, എന്നെക്കാൾ പവർഫുൾ ആയിട്ടുള്ളവർ, എന്നെക്കാൾ സ്ഥാനത്തുള്ളവർ, എന്നെക്കാൾ ഇൻഫ്ലുവൻസ് ഉള്ളവർ, അവരൊക്കെ എനിക്ക് അനുകൂലമാണെന്ന് പറയുമ്പോൾ ലോകത്തിൽ അനേകർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ഓ, സർവശക്തനായ ദൈവം എനിക്ക് ഫേവറബിൾ ആണെന്ന് പറയുന്നതിന് എത്ര അധികം ധൈര്യം കാണിക്കണം. How much proud we should be. ധൈര്യമായിട്ട് പറഞ്ഞോടെ, എന്റെ കർത്താവിന് എന്നെ നന്നായിട്ട് അറിയാം. Knows me very well. Hallelujah. ഈ ലോകത്തിലെ ഒരു മനുഷ്യനോടാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഞാൻ ഈ രീതിയിലൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ റിക്വയർമെന്റ്സ് ഇതാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ. You have to explain to that person, even though he is very influential, he is very knowledgeable, he is having a very good position, but still you have to explain everything to him. And sometimes you may not be able to express everything in a proper sense to that person. He will not understand you properly. But in this case, this is not a man, this is God Himself who knows you better than you know. You should not explain Him every time. കർത്താവ് എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്. No need. He knows you very well. നിന്നെ നിർമ്മിച്ചവൻ അവനാ, അവന് നിന്നേക്കാൾ അധികമായി നിന്റെ ആവശ്യങ്ങളെ അറിയാം. Oh, don't go to Jesus with a shopping list. Don't try to explain Him.
Hallelujah. I learned it in my life. Once Holy Spirit asked me, shut your mouth up. I know what to do. കർത്താവെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാവശ്യം കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം ഈ രീതിയിൽ കർത്താവെ ഇന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതുപോലെ യേശുവിന്റെ നാമത്തിൽ അത് പറയുമ്പോൾ കർത്താവ് ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, shut your mouth. I know what to do. Keep quiet. Don't explain. That is what he used. That I heard that word. Don't explain your issues to me. Don't explain it. Don't elaborate. Essay എഴുതേണ്ട കർത്താവിന്റെ അടുക്ക പോയി. കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണം. He knows you well. Hallelujah. Hallelujah. നിന്നെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് പലർക്കും നിങ്ങളുടെ ഉള്ളിൽ ഈ വാക്ക് കൊള്ളുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കായി പറയുന്നത്, this day will be the turning point of your faith life. ഇന്ന് മുതൽ ഒരു ടേൺ എടുക്കാൻ പോകുന്നതാണ്. ഇതുവരെ വിശ്വസിച്ചതുപോലെയല്ല, മനസ്സിനെ മുഴുവൻ കർത്താവിന് തിരിക്കാൻ പോവുക. If you are yielding to him, he will turn your ways. Oh, hallelujah. I can see that he will turn you to another direction in your spiritual life. If you are yielding, if you are stubborn, nothing will happen. For sure, nothing will happen. Even God cannot do anything on you. But if you are yielding to him, he will direct you to a highway. Thank you, Jesus. If you want to enter into the super highway of spiritual life, yield to Holy Spirit. You are going through so many things. You were going through many winded roads, but today he wants to turn you to take an exit to a super highway of your spiritual life. How many of you want it today? Thank you, Jesus. Hallelujah. A super highway of spiritual life. If you want to take an exit today, just yield to Holy Spirit. He will turn you to that. When you take that exit, there's a highway where you will go in the fastest way which you will not even imagine in your spiritual life. Take that exit. You are struggling through all those inner roads. But today, if you're ready to go with Jesus, if you're ready to yield to the Holy Spirit, give the whole control to him. The first requirement, take out all the worries. Throw it out of your car. Hallelujah. That highway will never permit you to drive with your Lord. Your car should be empty. Jesus and you, without any worries. Then you can drive on it. Oh, Jesus. Hallelujah. ഇന്ന് ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞാൻ മുഴുവനായി പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുതരാം. My trust is on you. Oh, hallelujah. Hallelujah. നിന്നെ സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി പ്രാർത്ഥിപ്പിച്ചിട്ട് അടുത്ത സിഗ്നൽ എടുത്തുകൊണ്ട് പോകാനല്ല. This will be a highway where you will transmit his glory everywhere and you will just go with him. You will not have a word. Oh, Jesus, you will not have a say. അങ്ങനെ എഗ്രി ചെയ്യുന്നവർ, എന്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു വാക്കില്ല. I don't have a say. I don't have a control. കർത്താവേ എനിക്ക് ഇങ്ങനെ വേണം. Nothing. According to your perfect will, let it happen. If you're ready to do that, he will take you to that highway. Jesus. Hallelujah. There will not be any hindrance. You will simply go. You will go in a very fast mode, but you cannot take any exit. You cannot decide your things. That will be totally under his control. And whatever he gives, if you accept it, that will be the highway drive. But if you want to have some says, okay, keep on drive in that inner roads. No worries. Hallelujah. പക്ഷെ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ you will not have a say. കർത്താവ് നീ മിണ്ടാതിരിക്കുക. Don't bother me. I have already done everything. Hallelujah. Hallelujah.
നമ്മളെല്ലാവരും പല സമയങ്ങളിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടം എല്ലാം ഉണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ കർത്താവിനെ തോണ്ടിക്കൊണ്ടിരിക്കും. അതുണ്ടോ, ഇതുണ്ടോ, എനിക്ക് അത് തരുമോ, ഇത് തരും. എവറിത്തിങ് ഈസ് ഡൺ. ഹല്ലേലൂയ. റൈറ്റ് ടൈമിൽ അത് തന്നോളൂ. കർത്താവേ, ഐ ജസ്റ്റ് വാണ്ട് ടു ബി വിത്ത് യു എന്ന് പറയുന്നതിനകത്താണ് ജീവിതത്തിന്റെ സുഖവും സന്തോഷവും സമാധാനവും ഇരിക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു ബി വിത്ത് യു. ഓക്കെ, ഇഫ് ഐ ഗെറ്റ് ദിസ് വൺ ടുഡേ, ഫൈൻ, ഐ നോ ദാറ്റ് ഇറ്റ്സ് ഗുഡ് ഫോർ മീ. ഇല്ല, ഇന്ന് കിട്ടിയില്ല, എനിക്ക് കരച്ചിലില്ല, നാളെ മതി. പക്ഷെ എന്റെ അപ്പനെ എനിക്ക് വിശ്വാസം. എന്റെ അപ്പനെ എനിക്ക് വിശ്വാസമാണ്. തരേണ്ടത് തരേണ്ട സമയത്ത് എനിക്ക് തന്നിരിക്കുമെന്ന് എന്റെ അപ്പനിൽ എന്റെ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ യു വിൽ നോട്ട് ഹാവ് എനി ഡിസപ്പോയിന്റ്മെന്റ്. ഒരു ഫ്രസ്ട്രേഷനും ഉണ്ടാവത്തില്ല, ഒരു മൂഡ് സ്വിംഗും ഉണ്ടാവത്തില്ല. He will give me at the right time. പരാതി നിൽക്കും, പെറുപെറുപ്പ് നിൽക്കും, എല്ലാം നിന്നിട്ട് പറയും, ഐ ജസ്റ്റ് വാണ്ട് യു, ഐ വാണ്ട് ടു ബി വിത്ത് യു. ഇങ്ങനെ പിടിച്ച് വെറുതെ ഇങ്ങനെ ഇരുന്ന് കർത്താവിന്റെ കൂടെ ഇരിക്കുക. At the right time it will come. I will be relaxed. Oh Jesus. Oh hallelujah. എന്റെ പരാതി, എന്റെ പരിഭവം, എന്റെ ആവശ്യങ്ങൾ ഇതെല്ലാം നിന്ന് പോയിട്ട് ഞാനൊരു സ്റ്റിൽനെസ്സിനകത്തേക്ക് കയറുമ്പോ തുടങ്ങും ഈ ഹൈവേ ഡ്രൈവ്. ജീസസ്. ഹല്ലേലൂയ. അത് അനുഭവിക്കണം. അതിനാ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. ഹീബ്രൂസ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാ. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ഇന്ന് നിൽക്കുന്നത് നിങ്ങൾ ലഭിക്കാതെ പോയി എന്ന് നാം ഭയപ്പെടണം. Because that is a big loss. That is a big loss. So you should be worried about it. കർത്താവ് എന്തുകൊണ്ടാണ് ആ സ്വസ്ഥതയ്ക്കകത്തേക്ക് എനിക്ക് കയറാൻ പറ്റാതെ വന്നാൽ you should worry about it, because that's a big loss. Oh hallelujah. ഇന്ന് എനിക്കറിയാം കർത്താവ് ആഗ്രഹിക്കുന്നവരെ ഇന്ന് ആ രീതിയിലേക്ക് നടത്തും. But it's a constant training. You can be in that way for 2 or 3 days. Then again you will see an exit if you want. If you take control, you will just get that exit and you will go out of the highway. Hallelujah. Till eternity that highway goes and you can drive with him in that highway itself. But when you take a decision, what you are doing, you are just taking an exit. Again you will go away from that highway, you will get into the inner roads. Hallelujah. Maintain your drive in the highway itself. അതിനാ കർത്താവിന്റെ വചനം പറയുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. Renew your mind every day. Oh hallelujah. Hallelujah. ഇന്ന് എത്ര പേര് അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. കർത്താവേ, I want that peace, I want that rest in Christ. Hallelujah. അവന്റെ അകത്തേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, I just want you, I don't want anything else. I just want you, Jesus. എല്ലാ കണ്ണുകളും അടഞ്ഞ് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തോണ്ട് പറഞ്ഞു, കർത്താവ് ഈ കാണുന്നതില് ഇതൊന്നും കണ്ടിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ട് നമുക്ക് പലർക്കും എല്ലാവർക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യുക, ഇതെല്ലാം ചെയ്യാൻ പറ്റും. Then you lose your peace of mind. ഹൃദയത്തിന്റെ സമാധാനം പോവുക ചെയ്ത് ഇതൊന്നും ചെയ്യാതെ കർത്താവിന്റെ കയ്യിലോട്ടുണ്ട്. ഇതിനെ എല്ലാം വിട്ടിട്ട് just hear from him and be with him. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനോട് പറഞ്ഞു, I just want to give the whole things into your hands. I put my trust upon you. Oh Jesus. നീ എന്നെ തിരഞ്ഞെടുത്തു. Put my trust upon you. Oh hallelujah. 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 എല്ലാ മനസ്സുകളിലും കർത്താവേ, നിന്നിലേക്ക് വിട്ടു തരുന്ന ഓരോ മനസ്സുകളിലും പരിശുദ്ധാത്മാവിന്റെ സമാധാനം കൊണ്ട് ഇപ്പോൾ പറയുന്നു. കർത്താവെ, നീ മീറ്റിംഗ് കഴിയുമ്പോൾ അത്ഭുത സാക്ഷ്യങ്ങൾ, മനസ്സിന്റെ അകത്ത് സമാധാനം കൊണ്ട് നിറഞ്ഞ് നാളുകളായിട്ട് ഉറങ്ങാതിരുന്നവർ, നല്ല പ്രോപ്പർ സ്ലീപ്പ് കിട്ടാതെ ഇരുന്ന അനേകർക്ക് ഇന്നത്തെ ദിവസം മുതൽ ഒരു വിടുതൽ, സ്വസ്ഥമായിട്ട് ഉറങ്ങി, ഞാൻ സ്വസ്ഥമായിട്ട് ഇന്ന് മുതൽ ഉറങ്ങി എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവ് മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കർത്താവ് വിശ്രമത്തിലേക്ക് പോകും. ഇതുവരെ നാളുകളായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്ന സ്ലീപ്പ് മുഴുവൻ മാറി സ്വസ്ഥമായിട്ട് ഉറങ്ങി. ഞാൻ ഒന്നും അറിഞ്ഞില്ല, രാവിലെ പൂർണ്ണമായ എനർജിയോടെ ഞാൻ എഴുന്നേറ്റുന്ന അനേകര് പറയുന്ന രീതിയിൽ അത്ഭുത സാക്ഷ്യം എന്ന് കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഏറ്റെടുക്കുന്നവരുടെ മേൽ നോക്കി സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് ഒത്തിരി നാളായി,
ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറയുന്നവർ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവ് ഈ സൗഖ്യം എനിക്കുള്ളതാണ്. ദാറ്റ് ഈസ് എൻ ഇന്നർ ഹീലിംഗ്. നിങ്ങളുടെ വേറെ എങ്ങുമല്ല, നിങ്ങളുടെ അകത്ത് ഒരു ഹീലിംഗ് നടക്കുക. ഇന്ന് നാളെ രാവിലെ ആകുമ്പോൾ ഇതിന്റെ പ്രൂഫ്. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ ജീവിതത്തിൽ കുറെ നാളായി മിസ് ചെയ്തിരുന്ന ഡീപ് സ്ലീപ്പ്, കർത്താവിൽ ലയിച്ചുള്ള ഉറക്കം ഇന്ന് കർത്താവ് തരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അത്ഭുത ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വം കർത്താവെ നിനക്ക് തരും. പരിശുദ്ധാത്മാവെ, ഈ സഭയുടെ മേൽ കർത്താവിനൊരു വലിയ പ്ലാൻ ഉണ്ട്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ആ ലെവലിലേക്ക് കർത്താവെ ഉയരാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണം. നിന്റെ ലെവലിൽ ചിന്തിക്കാൻ, നീ പറയുന്നത് പോലെ പറയാനും ചെയ്യാനും ചിന്തിക്കാനും, മറ്റുള്ളവരിലേക്കൊന്നും നോക്കി ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, കർത്താവെ ചെറുതിനകത്തൊന്നും വീണു പോകാതെ, ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് കാണുമ്പോൾ അതിനകത്ത് വീണു പോകാതെ ഞങ്ങളെ അതിനകത്ത് ഗൈഡ് ചെയ്ത് കർത്താവ് നടത്തണം. ഇത്രത്തോളം നടത്തിയ നീ ചെയ്യുന്ന വൻ കാര്യങ്ങൾക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എക്സിറ്റ് എടുത്തവർ എത്ര പേരുണ്ടോ നിങ്ങൾ ഇന്ന് മുതൽ എൻജോയ് ചെയ്യും. പക്ഷെ ഞാൻ വീണ്ടും പറയാം, കീപ് ഓൺ ഡ്രൈവിംഗ് ഓൺ ദാറ്റ് ഹൈവേ ഇറ്റ്സെൽഫ്. നെവർ എവർ ടേക്ക് ആൻ എക്സിറ്റ്. നിങ്ങളുടെ ഒരു സേവ് വരുമ്പോഴാണ് എക്സിറ്റ് വരുന്നത്. നമ്മൾ പറയുകയാണ്, കർത്താവെ എനിക്ക് ഇതാണ് എന്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് ഇത് പറയണത്. യെസ്, ഹി വിൽ ടേക്ക് ദാറ്റ് എക്സിറ്റ്, ബട്ട് യു വിൽ എൻഡ് അപ്പ് ഇൻ ടു ദ ഇന്നർ റോഡ്സ്. അതെടുക്കാതെ ഇത് കർത്താവെ നീ മതി കർത്താവെ, എല്ലാം ഞാൻ അങ്ങ് വിട്ടു തന്നിരിക്കുക. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. നിന്റെ കയ്യില്ല. ഐ ഡോണ്ട് നോ. ഹല്ലേലൂയ. കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തെങ്കിലും വറി ഉണ്ടോ? എനിക്കറിയത്തില്ലെന്ന് പറയാൻ ഏറ്റവും നല്ലൊരു എസ്കേപ്പിസം എന്ന് പറയുന്ന കർത്താവിന്റെ അടുക്കല. കർത്താവിന്റെ അടുക്കൽ ചെന്ന ഒരു എസ്കേപ്പിസം ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാവരും പറയും ദാറ്റ്സ് എ നെഗറ്റീവ് പോയിന്റ്. എസ്കേപ്പിസം എന്ന് പറയുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് ആണെന്ന് പറയുന്നത്. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ അതൊരു ക്വാളിറ്റിയാണ്. ഹല്ലേലൂയ. എനിക്കൊന്നും അറിയത്തില്ല, നീ ചെയ്തോന്ന് പറയുന്നത് അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നതാണ്. ഇൻ വൺ സെൻസ് ആക്ച്വലി our spiritual life is something like a buck passing. ഇതെന്റെ ഉത്തരവാദിത്തമല്ല, നിന്റെയാന്ന് പറയുന്നത്. ഈ തലേന്ന് ജോലി ഒഴിക്കുക എന്ന് പറയുന്നതാണ് സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ. ഇതെന്റെ പണിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജോലിയിൽ നമ്മളത് ചെയ്താൽ നമ്മളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റും, സ്പിരിച്വൽ ലൈഫിൽ കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ, യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അത് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ്. ഈ ലോകത്തിന്റെ റൂൾ അല്ല അവന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ അതിന്റെ ബോധറേഷൻ എന്റെ ഇഷ്യൂ അല്ല. ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യും, പക്ഷെ അതിന്റെ മേലുള്ള വറി, ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്, ഇറ്റ്സ് യുവേഴ്സ്. അത് ബക്ക് പാസ് ചെയ്യുക സംഗതി, അത് ഞാനങ്ങ് പാസ് ചെയ്തു തന്നു, അത് എന്റെ അല്ല. അന്നേരമാണ് സാത്താൻ പിന്നെയും എന്ന് പറയുന്നത്, നോ നോ നോ, ദാറ്റ്സ് യുവേഴ്സ്, ടേക്ക് ഇറ്റ് ബാക്ക്. അവിടെ വെച്ച് പറയണം, പോടാ, ഇത് എന്റെ അല്ല, ഇത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം, പക്ഷെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഭാരം ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ കൊടുത്തു. ഒന്ന് കൊടുത്തേ, ആ ഭാരം ഒന്ന് കളഞ്ഞേ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഭാരമെല്ലാം ദൂരെ മാറ്റി യേശുവെ വാഴ്ത്തു. കാര്യം ഈ ലോഡ് കൊണ്ട് ഹൈവേ പോകാൻ പറ്റത്തില്ല. ഈ ഹൈവേക്കകത്ത് നിൽക്കണമെങ്കിൽ ഭാരം വെളി കളഞ്ഞിട്ട് മാത്രമേ അതിനകത്തോട്ട് കയറാൻ പറ്റൂ. പക്ഷെ കയറി കഴിഞ്ഞാൽ കർത്താവ് പറയുന്നു, അത് ഞാൻ എടുത്തോളാം. You just go free. Hallelujah. That is freedom in Christ. പക്ഷെ ആ ഫ്രീഡത്തിനകത്ത് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഹൈവേ പോകാന്നാണോ? There are rules. Obey those things. Be with him. അവന്റെ കൂടെ ഇരിക്കണം. എന്നാൽ ഹൈവേ കയറി ഞാൻ എനിക്ക് തോന്നുന്ന വഴിക്ക് പോകാന്നുള്ള, എനിക്ക് ലൈനും വേണ്ട, ഒന്നുമില്ല. No, everything is there, everything is set, but you will have a joy ride. Amen. Hallelujah. No signals, no stop, you can just go like this. Hallelujah. Hallelujah. Thank you, Jesus. Thank you,
കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫ്രീ ആയി കർത്താവ്, ദിസ് യുവർ റെസ്പോൺസിബിലിറ്റി. ദോസ് I will do those things. I will do my job. I will do whatever I want to get successful in this life. I do everything, but the worries which is attached with that, I will not take it. Those are not for me. അത് എന്റെ പണിയല്ല. പറഞ്ഞു, ഇത് എന്റെ പണിയല്ല, അത് നിന്റെതാണ്. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഒന്ന് കൈ ഒഴിയാൻ എത്ര പേർ റെഡിയായിട്ട്? കൈ ഒഴിഞ്ഞ എനിക്ക് വയ്യെന്ന് പറയാൻ എത്ര പേർ റെഡിയാ? ആത്മാർത്ഥമായിട്ട് ആ പ്രോബ്ലം എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. ഇവിടെ എല്ലാം എറിയാണ്, 4 സൈഡിൽ ഇരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുന്നുണ്ട്. എറിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ പരിപാടി, ഇത് ഞാൻ എടുക്കുന്ന പരിപാടി ഇല്ല, എറിഞ്ഞു കളഞ്ഞ് എല്ലാം എറിഞ്ഞു കളഞ്ഞിട്ടോ. ഇതെന്റെ അല്ല. കാനഡയിൽ വന്നിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നത്. നൺ ഓഫ് മൈ ബിസിനസ്. ഷ്യൂസ്. ഹല്ലേലൂയ. നമ്മൾ കമ്പൽ ചെയ്തിട്ടല്ല കർത്താവ് പറഞ്ഞു ഇങ്ങനെയൊക്കെ. ചോദിച്ചു വാങ്ങിയ കർത്താവിനോട് പറഞ്ഞു, ഞാൻ തന്നതല്ല, ചോദിച്ചു വാങ്ങിച്ചായിരുന്നു. ഈ ഫ്രീഡം ഉണ്ടാണ്. കർത്താവ് ഞാൻ തന്നതൊന്നും അല്ലല്ലോ നിനക്ക് ഈ ലോഡ്, നീ ചോദിച്ചു വാങ്ങിച്ചതല്ലേ. കർത്താവ് സന്തോഷത്തോടെ പറയും, ഗിവ് ഇറ്റ് ടു മീ. ഹല്ലേലൂയ. ജോലി കൊടുക്കുന്നത് ഇഷ്ടമുള്ള കർത്താവിന്. നിന്റെ ഭാരം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് ഹാപ്പി ആവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ വേറൊരു കാര്യം, വാങ്ങിക്കാനും കൂടെ റെഡി ആവണം. കർത്താവ് ആർക്കും കടക്കാരനല്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഒരു വചനം കൂടെ ഉണ്ട് അങ്ങനെ. നിങ്ങൾ ഭാരം കൊടുത്താൽ കർത്താവ് കടക്കാരനായോ? ആയി. പക്ഷെ കർത്താവ് കടക്കാരനാകാൻ സമ്മതിക്കത്തില്ല. കർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഭാരം വാങ്ങിച്ചിട്ടൊരു ട്രേഡ് ഇൻ പ്രോഗ്രാം ഉണ്ട്. തിരിച്ച് ദൈവിക സമാധാനവും സന്തോഷവും അങ്ങോട്ടൂടെ തരും. വാങ്ങിക്കാൻ റെഡിയാണോ? ട്രേഡ് ഇൻ. ഇത് കർത്താവ് ഒരിക്കലും കടക്കാരനായിട്ട് നിൽക്കത്തില്ല. ഭാരം കൊടുത്താൽ സന്തോഷം കിട്ടും. പറഞ്ഞേ, എന്റെ ഭാരം ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവന്റെ സന്തോഷം ഇങ്ങോട്ട് കിട്ടും. ഭാരം ഞാൻ കൊടുക്കുന്നു, ഞാൻ സന്തോഷം വാങ്ങിക്കുന്നു. ഈ ബിസിനസ്സിനകത്ത് എൻ്റർ ചെയ്യാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ ബിസിനസ്സിനകത്തേക്ക് കർത്താവ് വിളിച്ചേക്കുന്ന ഭാരം കൊടുക്കാം, സന്തോഷം വാങ്ങിക്കാം. ഭാരം കൊടുക്കുന്നു, സന്തോഷം വാങ്ങിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ എന്റെ ഭാരം അങ്ങോട്ട് കൊടുക്കുന്നു, സന്തോഷം ഇങ്ങോട്ട് വാങ്ങിക്കുക. എത്ര പേർ റെഡിയാ? കൊടുത്തേ. ഭാരം കൊടുത്തിട്ട് സന്തോഷം വാങ്ങിച്ചെടുക്ക. ഇതാണ് നീ ശിശുവിനെ പോലെ ആയിട്ട് ഭാരം കൊടുത്തിട്ട് സന്തോഷം വാങ്ങിക്കാമോ? നിലനിൽക്കുന്ന സന്തോഷം, that permanent, that perpetual joy which will flow out of you, ഇത് ഇങ്ങോട്ട് തരും. ഹല്ലേലൂയ. കർത്താവ് കടക്കാരനല്ല. വിളിച്ചു പറഞ്ഞു, കർത്താവ് ഒരിക്കലും ആർക്കും കടക്കാരനല്ല. ഞാൻ എന്റെ ഭാരം കൊടുക്കും, അവൻ അവന്റെ സമാധാനവും സന്തോഷവും എന്റെ മേലിടും. എത്ര അധികം ഭാരമുണ്ടോ അത്രയും നിനക്ക് സന്തോഷം. ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും കൂടുതൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയാം, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന സന്തോഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇതിനകത്ത് കയറി വരാൻ പറ്റുന്നത്? ഇന്ന് ഭാരത്തിനകത്ത് കർത്താവ് എനിക്ക് അറിയത്തില്ല ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന്, ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് എന്ന് പറയുന്നെങ്കിൽ ഞാൻ പറയാം, യു ആർ എ ജാക്ക്പോട്ട് വിന്നർ ടുഡേ. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ എല്ലാവരെക്കാൾ അധികം നിനക്കാ കിട്ടാൻ പോകുന്ന കാര്യം, നീ ഭാരം കൊടുത്താൽ അതിനെ ഇരട്ടി കർത്താവ് നിനക്ക് സമാധാനം കൊണ്ട് തിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണത്തിൽ ഞാൻ കർത്താവ് എന്റെ ഈ സ്വഭാവം മാറുന്നില്ല, എനിക്കിത് ശരിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവന്റെ വചനം. സകല പാപവും മുറുകെ പറ്റുന്ന പാപവും അവന്റെ മേലിട്ട് കൊടുത്തത്, എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപം കർത്താവ് എനിക്കിതൊന്ന് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെ എടുത്ത് അങ്ങോട്ടൊന്ന് എറിഞ്ഞു കൊടുത്തിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞാൽ ആ നിമിഷം കർത്താവിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് ടോട്ടലി ഹി വിൽ ചേഞ്ച് യു. ഓ ഹല്ലേലൂയ. ഇന്ന് സമാധാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളിലേക്ക് സമാധാനം ഒഴുകും. there will be a flow. നിന്നിൽ നിന്ന് നിന്റെ ഭാരം അങ്ങോട്ട് പോവുകയും നിന്നിലേക്ക് സമാധാനം ഇറങ്ങി വരികയും ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് കർത്താവ് ഈ പ്രവൃത്തി ചെയ്ത് കാണിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ബിസിനസ്സിനകത്ത് കയറി പറ്റിയ കുറെ പേരുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ വർഷം തീർന്ന് നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന്, നിങ്ങളുടെ P&L അക്കൗണ്ട് എടുത്ത് നോക്കിക്കോ, നിങ്ങളുടെ പ്രോഫിറ്റ് എവിടം വരെ പോകും. നിങ്ങളുടെ സന്തോഷത്തിന്റെ പ്രോഫിറ്റ് ഈ വർഷം അവസാനിക്കുമ്പോൾ, ഈ ബിസിനസ്സിൽ ഇന്ന് എൻ്റർ ചെയ്തവരോട് പറയാം, ഓൺലി
couple of months. പക്ഷെ നിനക്ക് കിട്ടാൻ പോകുന്ന ലാഭം ഈ വർഷം അവസാനിക്കുമ്പോൾ നിന്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് January 1st നിന്റെ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ നീ കാണും നിന്റെ ഉള്ളിൽ സന്തോഷം ഡെപ്പോസിറ്റ് ചെയ്ത് നിന്റെ പിയാക്കൾ നിറഞ്ഞിരിക്കുന്നത് നീ കാണും. എത്ര പേര് എന്നത് വിശ്വസിക്കുന്നു? ഈ വർഷം ഇന്ന് ബിസിനസ്സിൽ എൻ്റർ ചെയ്തതാ നിങ്ങൾ, you are totally novice in this business, you didn't do anything, you didn't work for it, but within 2 months you will see the result, because he is going to close the account for this year and he will show you the result, because he is the controller, he is the one who is governing it, he is the CEO of your life. Amen. Hallelujah. Jesus, he is taking care of it. Hallelujah. എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് വേറെ ലെവലിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നത്. There are something getting arranged. Hallelujah. Not one thing, there are many things getting arranged. പലയിടത്തുനിന്ന് കാര്യങ്ങൾ നീക്കി കർത്താവ് കൊണ്ടുവരാം. But he will show you the result. He is the most capable executor and he will do that. Result oriented ആയിട്ടാണ് കർത്താവ് സഞ്ചരിക്കുന്നത്. ആ റിസൾട്ട് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ നിന്നെ കർത്താവ് കാണിച്ചു തരും. ഹല്ലേലൂയ. ഇന്ന് ബിസിനസ്സിൽ എൻ്റർ ചെയ്ത്, ഇന്ന് ഞാൻ പറയുന്ന പോലെ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടോ, ഇന്ന് നിങ്ങൾ കർത്താവിന്റെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തത്, ഇന്ന് അവന്റെ കൂടെ ഭാരങ്ങൾ കൊടുത്ത് സന്തോഷം വാങ്ങിക്കുന്ന പ്ലാനിനകത്തേക്ക് കയറി വരുന്ന എഴുതിയിട്ടോ, ഈ വർഷം ക്ലോസ് ചെയ്യുന്ന സമയത്ത് കർത്താവ് നിന്നെ കാണിച്ചു തരും കർത്താവ് എങ്ങനെയാ ബിസിനസ് ഓടിക്കുന്നു. Hallelujah. Amen. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് നല്ല ബിസിനസ് ആണെന്നറിയാത്. ഒന്നും ചെയ്യണ്ട, വെറുതെ കൊണ്ടിട്ട് ഭാരം കൊടുത്തോണ്ടിരിക്കുക, സന്തോഷം വാങ്ങിച്ചോണ്ടിരിക്കുക. ഓ ജീസസ്. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും, വലിയ കാര്യങ്ങൾ. എല്ലാ കണ്ണുകളോടെ ഒരു നിമിഷം കൂടെ കർത്താവിനോട് പറഞ്ഞ, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇന്ന് കേട്ടത് വിശ്വസിക്കുന്നു, ഞാൻ വായ തുറന്ന് പറയുന്നു, ഞാൻ എന്റെ ഭാരമെല്ലാം അങ്ങയുടെ കയ്യിൽ തരും, അങ്ങ് എനിക്ക് സന്തോഷം തിരിച്ചു തരും. ഈ ബിസിനസ്സിലാണ് നമ്മൾ ഇന്നു മുതൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. കർത്താവ് ഈ ഡീൽ ഇവിടെ വെച്ച് ഞാൻ ഉറപ്പിക്കുക. ഇതുവരെ എന്റെ മനസ്സിൽ ഇത് തെളിഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഈ കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എനിക്ക് മനസ്സിലായി. ഓ ഹല്ലേലൂയ. MOU നമ്മൾ എഴുതുന്നില്ല, ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു MOU എഴുതുന്ന പോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ ബിസിനസ് തുടങ്ങുക, അതിന്റെ ഡ്രാഫ്റ്റ്, അതിന്റെ പ്ലാൻസ്, ഇതാണ് എന്റെ പോളിസി, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ദീസ് ആർ ദ ബിസിനസ് പ്ലാൻസ്, എവറിത്തിങ്. Today I understand it and I enter into the business. Hallelujah. It was there with you, but you didn't understand. But today you are understanding it and you are taking it for you. Hallelujah. കർത്താവേ, ഇന്നു മുതൽ അത് ചെയ്തു തുടങ്ങുന്നതിനായിട്ട് സ്തോത്രം. ഭാരം അങ്ങയുടെ കയ്യിൽ തന്ന് സന്തോഷം അങ്ങയിൽ നിന്ന് വാങ്ങിച്ച് സന്തോഷത്തോടെ നടക്കുക കർത്താവ് ഞങ്ങളെ ഉറപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you Jesus. Hallelujah. Sweet Holy Spirit. Hallelujah. പരിശുദ്ധാത്മാവിന്റെ വാക്ക് കേട്ട അങ്ങനെ പോകാൻ, അവൻ പറയുന്നത് കേട്ട അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഇറ്റ്സ് ത്രില്ലിംഗ്. എനിക്കറിയാം, മീറ്റിംഗ് തുടങ്ങുന്നത് I was totally exhausted. But when he started doing things, ഇന്ന് തങ്കൂർ പറഞ്ഞൊരു കാര്യം, ഞാൻ വാസ്തവത്തിൽ ഞാനത് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടപ്പോൾ. ഇന്നത്തെ ചെയ്യുമ്പോൾ തങ്കൂർ പറഞ്ഞില്ല, മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങ് എംറ്റി ആവും. എംറ്റി ആയി കഴിയുമ്പോൾ ഒരു നിറമുണ്ട്, അത് അനുഭവിക്കണം. Hallelujah. I really enjoy it. Hallelujah. എല്ലാം നമ്മൾ ടോട്ടലി നമ്മൾ ഡ്രെയിൻഡ് ആയിരിക്കും, പക്ഷെ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടലി ഡ്രെയിൻഡ് ആയിട്ട് കൊട്ടാകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു എംപ്റ്റിനെസ്സിൽ ഇരിക്കുമ്പോൾ ഒരു ഫുൾനെസ് ഉണ്ട്. ജീസസ്. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പേ വരെ കർത്താവ് എങ്ങനെയാണ്, എന്താണ് ഇനി മുമ്പോട്ട് പോകുന്ന, നീ എന്റെ കൂടെ ഇരിക്കണം, ശുശ്രൂഷിക്കണം, ഇത്രേ പറയുന്നുള്ളൂ. ബട്ട് every time I know that this happened. Hallelujah. He's so trustworthy. എന്ന് പറഞ്ഞ എന്റെ കർത്താവ് വിശ്വസിക്കാവുന്നവനാണ്, എനിക്ക് ആശ്രയിക്കാവുന്നവനാണ്. I can totally depend upon him. I can totally depend upon him. Because he knows everything. He can do everything. And he loves me. അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. Thank you Jesus. Hallelujah. ഇന്ന് സമയമൊക്കെ പറന്നു പോകുന്നൊന്നും അറിയുന്നില്ല.
പക്ഷെ എനിവേസ് ഞാൻ ഇന്നൊരു പെട്ടെന്നൊരു ഇന്നത്തെ ഇന്നർ ചേംബർ കണ്ടവർക്കറിയാം, തങ്കബ്രദർ ഒരു വാക്യം വായിച്ചിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. റെവലേഷൻ ചാപ്റ്റർ 5:5. പെട്ടെന്ന് ഞാൻ ഇന്നലെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ ഓർക്കുന്നത്. ഇന്നലത്തെ ഇന്നർ ചേംബർ കാണുന്ന എത്ര പേരുണ്ട്? ഈ ക്യാമറയിലുള്ളവരെങ്കിലും എനിക്ക് കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഇന്നർ ചേംബർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇന്നലത്തെ ഇന്നർ ചേംബറിനകത്ത് റെവലേഷൻസ് 5:5 ജസ്റ്റ് ഇങ്ങനെ തങ്കബ്രദർ ഇങ്ങനെ വായിച്ചു പോയി. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അതിനകത്ത് ഒരു കാര്യം ഹോളി സ്പിരിറ്റ് എടുത്ത് ഇങ്ങനെ വെളിയിൽ കാണിച്ചു തന്നത്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. Revelation chapter 5:5, I believe. Oh Jesus Christ, hallelujah, thank you Jesus, thank you Jesus. അതിന് 4 മുതൽ വായിക്കാം. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ. നിരാശയുടെ ഒരു സംഭവം എഴുതി വെച്ചേക്കുന്നില്ലേ? ഒരു കാര്യം കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റാതെ നിരാശപ്പെട്ട് യോഹന്നാൻ നിന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എഴുന്നേറ്റ് എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ അതിന്റെ ഇംഗ്ലീഷിലേക്ക് കൂടെ വായിക്കാം. Revelation chapter 5:5. Okay. But one of the elders said to me, do not weep. Behold, the Lion of the tribe of Judah, the root of David, has prevailed to open the scroll and to loose its 7 seals. ഈ വാക്ക് തങ്കബ്രദർ വായിച്ചു വിട്ടത് വേറെ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞു വിട്ടത്. എങ്കിലും ഇതിനകത്ത് ഒരു വാക്കിൽ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് കൊടുത്തിട്ട് തന്നെ ഒരു കാര്യം അവിടെ വെച്ച് കാണിച്ചു തന്നാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിനകത്തെ ആ വാക്കിൽ 5-ാമത്തെ വാക്യത്തിന് ഏതാണ്ട് ഒരു മിഡിൽ വരുമ്പം ദ റൂട്ട് ഓഫ് ഡേവിഡ്. The root of David. It is totally against the law of the world. Root of David. ഇത് ശരിക്കും പറഞ്ഞ ബൈബിൾ കോൺട്രഡിക്ഷൻ പോലെ നമുക്ക് തോന്നാവുന്ന ഒരു സംഭവം. മാത്യു ചാപ്റ്റർ 1:1 ഒന്നെടുത്തേ. മാത്യു ചാപ്റ്റർ 1:1. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നവർ തിരുന്നു കൊടുക്കണം. ഏറ്റവും നല്ല ടീച്ചർ അവിടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ റോണക്ക് പറയുന്നത് കേട്ടായിരുന്നല്ലോ. അത് തന്നെയാണ് തങ്കബ്രദർ എപ്പോഴും പറയാറുണ്ട്. ഏറ്റവും നല്ല ടീച്ചർ പരിശുദ്ധാത്മാവ്. The book of the genealogy of Jesus Christ, the son of David, the son of Abraham. Here they say that it is the son of David. And in Revelation, it says the root of David. Can we agree upon these two statements? It's totally contradictory. The root of David means he is the root of David. David has come from him. And in the genealogy, it says that he came from David's clan. It is totally against. But Holy Spirit said me, what is the difference between these two? Hallelujah. The root of David തിരിച്ചറിയാൻ പറ്റിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. Hallelujah. He is the root of David എന്നുള്ള അർത്ഥം ഇന്ന് മനസ്സിലായവരെ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇപ്പൊ പറയാതെ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്താണ്. Hallelujah. ജീനിയോളജി എഴുതുന്നത് ലോകപ്രകാരവും റെവലേഷൻ എഴുതുന്നത് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് കൊണ്ടുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തേത് എഴുതിയിരിക്കുന്നത് ലോകത്തിന്റെ സ്റ്റാൻഡേർഡിലും റെവലേഷനിൽ എഴുതിയിരിക്കുന്നത് സ്പിരിച്വൽ സ്റ്റാൻഡേർഡിലുമാണ്. പിടികിട്ടിയോ? സ്പിരിച്വൽ സ്റ്റാൻഡേർഡിൽ എഴുതുമ്പോൾ ലോകത്തിന്റെ റൂളിലല്ല എഴുതുന്നത്,
സ്പിരിച്വൽ റൂളിലായിരുന്നു. ദാവീദ് ഉണ്ടാകുന്നതിന് മുമ്പേ, ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ വചനം ഉണ്ടായിരുന്നു. അവനിൽ നിന്ന് ദാവീദ് ഉണ്ടായത്. That is a spiritual revelation which will open only to you and me. When a genealogy is getting written, that will be in the worldly order. Your genealogy also, if you write, okay, your father's name, your father's father's name, your great grandfather's name, that is a genealogy, but your real genealogy is not that. You are from Christ. എത്രവർക്ക് മനസ്സിലാകുന്നു? ദാവീദിന്റെ പേരുമല്ല, നിന്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും നോക്കിയിട്ടല്ല നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. റൂട്ട് ഓഫ് ഡേവിഡിലാണ് നിന്റെ റൂട്ട് ഇരിക്കുന്നത്. എത്രവർക്ക് മനസ്സിലായി? യു ഹാവ് റൂട്ടഡ് ഇൻ ദ റൂട്ട് ഓഫ് ഡേവിഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്കറിയില്ല ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെ. എങ്കിലും ഇതൊന്ന് പിടികിട്ടണം. ജീനിയോളജി, ഈ ലോകം നമ്മളെപ്പറ്റി, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളെ പറ്റി കാണുന്നതും ജഡ്ജ് ചെയ്യുന്നതും, നമ്മൾ ഇതുവരെ നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ ഈ ജീനിയോളജി എഴുതിയ ആദ്യത്തെ സ്റ്റൈലിലായിരുന്നു. പക്ഷേ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവായപ്പോൾ, യേശുവിനെ വിശ്വാസം സ്വീകരിച്ചപ്പോൾ, when you accepted Jesus as your savior, your standard has been changed. You will not write your genealogy according to the worldly rule. You will write that one according to the spiritual rule where you have been come from the God himself. Hallelujah. Hallelujah. Your total genealogy has changed. When you accepted Jesus, the whole history has changed in your life. Your plans has changed. Your destiny has changed. Everything has changed because now you are running according to his plan. Hallelujah. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് ജീനിയോളജി എഴുതുമ്പോൾ എന്റെ പുറകിലത്തെ ചരിത്രം നോക്കിയിട്ടല്ല, ഞാൻ എന്ത് ചെയ്തു എന്നല്ല, എന്റെ ക്വാളിഫിക്കേഷൻ അല്ല, എന്റെ കഴിവല്ല. ഇന്ന് ഞാനൊരു പുതിയ ജീനിയോളജിക്കകത്ത്, അത് കർത്താവിന്റെ ജീനിയോളജി. That is a spiritual genealogy. I am coming from God himself. I'm just walking in this earth. I have been rooted there. എന്റെ റൂട്ട് അവിടെയാ. ദാവീദിന്റെ വേരെന്ന് പറയുന്നതാണ്. ദാവീദ് യേശുവിനേക്കാൾ എത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ ഓർഡർ മുഴുവൻ മാറ്റിയിട്ട കർത്താവ് പറയുന്നത്, ഞാൻ ദാവീദിന്റെ കെയർ ഓഫിലല്ല അറിയുന്നത്, ദാവീദ് എന്റെ കെയർ ഓഫിൽ അറിയും. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യരുടെ ആരുടെയെങ്കിലും കെയർ ഓഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിന്റെ കെയർ ഓഫിൽ അല്ല നിങ്ങളെ അറിയാൻ പോകുന്നത്. ക്രിസ്തുവിന്റെ കെയർ ഓഫിൽ അറിയാൻ തുടങ്ങിയാൽ, ബാക്കി മുഴുവൻ മാറ്റി എഴുതുന്ന ഒരു കർത്താവുണ്ട്. നീ ഇതുവരെ വിശ്വസിച്ച ലെവലിലല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് കെയർ ഓഫ് ജീസസ് എന്ന് തന്നെ അറിയപ്പെടാൻ ആഗ്രഹമുള്ളവര് ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവ് എന്റെ കയ്യിലിരിക്കുന്ന എന്റെ കിരീടമെല്ലാം ഞാൻ താഴെ വെക്കും. Oh, hallelujah. I put all the crowns down. I don't want anything which world gives. I want the crown which you give me. Hallelujah. Thank you, Jesus. ഈ ലോകം നിന്നെ കണക്ക് കൂട്ടുന്ന, ലോകം നിനക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ചില എഴുത്തുകളുണ്ട്. അത് മുഴുവൻ മാറ്റിയിട്ട് കർത്താവ് പറയാം, ഞാൻ നിനക്ക് വേണ്ടി വേറൊരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു എഴുത്ത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് എടുക്കാൻ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിടത്തോട്ടെങ്കിലും കർത്താവ് അടുപ്പിക്കുന്നില്ല, വേറൊരു രീതിയിലാണ് പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നിടത്ത് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന ലോകത്തിന്റെ ഓർഡറിൽ, വേൾഡ് സ്റ്റൈലിൽ എങ്ങനെയാണോ എഴുതേണ്ടത് ആ ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. കാരണം അന്ന് ഇത് എഴുതുന്ന അപ്പോസ്തലന്മാർ ആരും രക്ഷിക്കപ്പെട്ട് ആയിട്ടില്ല. അതുതന്നെയല്ല, യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായിട്ട് കണ്ട യോഹന്നാനാണ് യഥാർത്ഥത്തിൽ കർത്താവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് പറഞ്ഞത്. ഇതേ അനുഭവം വേറൊരിടത്തുണ്ടാകുന്നുണ്ട്. ട്രാൻസ്ഫിഗറേഷന്റെ ടൈമിൽ ഇത് തന്നെ പറയുന്നുണ്ട്. The real revelation happened there. ആ സമയത്താണ്, ആ ടൈമിൽ മാത്രമാണ് അവർക്ക് റെവലേഷൻ കിട്ടിയത്. പക്ഷെ ട്രാൻസ്ഫിഗറേഷനിൽ കിട്ടിയ അതേ റെവലേഷൻ കിട്ടിയവരെ ഇരിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിനെ ക്രിസ്തുവായി തിരിച്ചറിഞ്ഞവർ. അവർക്കൊരു മൊമെന്ററി എക്സ്പീരിയൻസ് അത്രയും സമയം ഉണ്ടായത്. പക്ഷെ നീ ഇന്ന് ഇന്നർ ചേംബറിനകത്ത് കയറി എല്ലാം ഷട്ട് ഓഫ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു യേശു ഉണ്ടല്ലോ, അത് യോഹന്നാൻ കണ്ട അതേ യേശു. ഓ ഹല്ലേലൂയ. അണ്ടർസ്റ്റാൻഡിങ് ഒന്നൊന്ന് മാറ്റിയാൽ മതി. കർത്താവെ, ഞാൻ ലിമിറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കാണാത്തത്.
നിങ്ങളുടെ കൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്ന ഇതേ യേശു 7 നക്ഷത്രം വലങ്കൈ പിടിച്ച് 7 രാജമുടികൾ അണിഞ്ഞുകൊണ്ട് 7 പൊൻനിലവുകൾക്ക് നടുക്കിൽ കൂടെ അഗ്നി നാവുള്ളവൻ നിങ്ങളുടെ തൊട്ടടുക്കലാണ് നിൽക്കുന്നത്. യു മേ നോട്ട് റെക്കഗ്നൈസ് ഹിം, ബട്ട് ഹി ഈസ് ദേർ ആൻഡ് യു പുട്ട് യുവർ ട്രസ്റ്റ് അപ്പോൺ ഹിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിവ് മുഴുവൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പവർ, ഈ അതോറിറ്റി മുഴുവൻ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്, ഗിവ് യുവർ ലോഡ്സ് ടു മീ, ഗിവ് യുവർ സോറോ ടു മീ, I will take care of you because I know how to handle it. Hallelujah. ഇന്ന് ബലപ്പെടുത്താനാണ് കർത്താവിന്റെ ആത്മാവ് ഇവിടെ നിൽക്കുന്നത്. തകർന്നിരുന്നവരെ, മനം തകർന്നിരുന്നവരെ പണിഞ്ഞെടുക്കാൻ He will build you today. ഇന്ന് നിരാശയിലായിരുന്നവര്, ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ നിരാശയിലായിരുന്നവരെ അനേകർക്ക് എന്ന് ഹൃദയത്തിൽ ഇന്ന് രാത്രി ഞാനതാ പറഞ്ഞു, നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ഉറങ്ങാത്തതുപോലെ സമാധാനത്താലേ ഉറങ്ങും. പീസ്ഫുൾ സ്ലീപ്പ്. ഹല്ലേലൂയ. ഇതിന്റെ റിയൽ അർത്ഥമാണ് നമ്മൾ വീണ്ടും ജീനിയോളജിയിൽ ആദ്യം എഴുതിയിരുന്നത് ലോകത്തിന്റെ ഓർഡറിൽ എങ്ങനെയാണ് ഒരു ഫാമിലിയുടെ ഓർഡർ എഴുതേണ്ടത്, അതുപോലെ ദാവീദിന്റെ മകൻ, അബ്രഹാമിന്റെ മകനായിട്ട് ജീനിയോളജിയിൽ ദാവീദ് വന്നു, ഡേവിഡ് came, and then Jesus came. But here in Revelation he says that he is the root of David. David came from him. And the same John, since he was with Jesus always, he got a partial revelation even before it. മാത്യുവിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ റെവലേഷനാണ് ജോൺ എഴുതിയിരിക്കുന്നത്. ജോൺ ചാപ്റ്റർ 1 verse 1, 2, 3 ഒന്ന് വായിച്ചേ. John chapter 1 in the beginning was the word, and the word was with God, and the word was God. Okay, വണ്ണിൽ തന്നെ എന്റെ മുഴുവനുണ്ട്. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ, ദാവീദ് ഉണ്ടാകുന്നതിന് മുമ്പേ the root was there. Hallelujah. The root was there. Thank you, Jesus. ഇത്തിരി കട്ടിയായിട്ട് തോന്നും, പക്ഷെ എന്താണെന്ന് പറയുക, ഇതാ റിയാലിറ്റി. He was with God. Hallelujah. ഇതിനകത്ത് ഒന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന പോകുന്ന പോക്കി പോവാ രസം. Hallelujah. ഇത്തിരി വേറെ ഡീവിയേഷനകത്തേക്ക് പോകുന്നെങ്കിൽ ഓക്കെ, that's nice. Hallelujah. Let's go to Ephesians. Ephesians chapter 1. ഇവരൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാനാണ്. Ephesians chapter 1 verse 4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഹല്ലേലൂയ. ഈ സെന്റൻസ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാല് ഒറ്റ സെന്റൻസ് തീരുന്നത് 4 തുടങ്ങി 7 വരെ ഒറ്റ പോക്ക. ദ സ്റ്റൈൽ ഓഫ് പോൾ അങ്ങനെ കോമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കാര്യം വായിച്ചു വരുമ്പോൾ ആദ്യത്തെ എന്താന്ന് പോലും മറന്നു. അതുപോലെയാണ് പോളിന്റെ എഴുത്ത്. ഇതിന്റെ റിയൽ മീനിങ് പിടികിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ പോയി നോക്കിയെങ്കിലേ കറക്റ്റായിട്ട് കുറെ കൂടെ മനസ്സിലാവുള്ളൂ. Ephesians chapter 1 verse 4 to 7 വായിക്കുമ്പോൾ ഇതിനകത്തൊരു ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നതിന്റെ ഒരു ചെറിയൊരു സംഭവം എടുപ്പുണ്ട്. ചെറുതെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് വലിയ കാര്യം. Just as he chose us in him before the foundations of the world, that we should be holy and without blame before him in love,
having predestined us to adoption as sons by Jesus Christ to himself, according to the good pleasure of his will, to the praise of the glory of his grace, by which he made us accepted in the beloved. Hallelujah. ആറാമത്തെ വാക്യം നോക്കിയേ, to the praise of the glory of his grace, by which he made us accepted in the beloved. He made us accepted in the beloved. ക്രിസ്തുവിലാണ് നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്നത്. Through Christ, he is the way. അതാ പറയുന്നത്, കർത്താവ് പറഞ്ഞിട്ടില്ല ഞാനാണ് വഴി. Through him, God extended his hand and he accepted us in Christ as his own child. നോക്കുക, ക്രിസ്തുവിനകത്തൂടെ ഈ കൈ വന്ന് നമ്മളെ എടുത്ത് അകത്ത് പിടിച്ചിട്ട് പറയാ, today you are saying to me as my beloved one and only begotten son. You are exactly like Jesus today to me. Amen. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. എങ്ങനെ കർത്താവ് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ക്രിസ്തുവിലൂടെ എടുത്ത അതേ വാത്സല്യത്തിൽ എന്നെ ഇന്ന് ചേർത്ത് പിടിച്ചിരിക്കുക. ഇന്ന് എന്റെ വില എന്താ? ക്രിസ്തുവിന്റെ യേശുവിന് എന്താണോ വില സ്വർഗത്തിൽ, അതേ വിലയായി ഇന്ന് എനിക്കുള്ളത്. this is treasure. Hallelujah. Hallelujah. ചേർത്ത് പിടിച്ച് ഈ സ്ഥാനം, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എവിടെ ഇരുത്തിയേക്കുന്നത്? ഉയരത്തിലായി ഇരുത്തിയേക്കുന്നത്. ചേർത്തെടുത്ത് പിടിച്ച് നിർത്തിയിരിക്കുക. He's keeping you abreast. You are here. Father is keeping you like a child, like a baby. വചനത്തിൽ തന്നെ പറയാനല്ലേ, ക്രിസ്തു യേശുവിനുള്ള വാത്സല്യത്തല്ലേ ഇങ്ങനെ എടുത്ത് പിടിച്ചിരിക്കുക. ഒരു കുഞ്ഞിനെ നമ്മൾ പിടിക്കുന്നത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ റഫായിട്ടാണോ എടുത്ത് പിടിക്കുന്നത്? ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? That baby is so delicate, so we will give the utmost care. Will we give? അല്ലെ, ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മളിങ്ങനെ റഫായിട്ട് എടുക്കുവോ? ഇല്ല. എന്ത് കെയറില എടുക്കുന്നത്? He has the same attitude. ഇന്ന് എന്നെ നിങ്ങളെ കർത്താവ് എങ്ങനെ, പിതാവ് എങ്ങനെ പിടിച്ചേക്കുന്നതെന്ന് അറിയാമോ? As a baby. അവന് നോവരുത്, അവനൊന്നും ഉണ്ടാവരുത്. He should be very comfortable. That is the care which he is extending to you. ആ കെയറിലായി എന്നെ ഇങ്ങനെ എടുത്തേക്കുന്നത്. എത്ര പേര് ഇത് മനസ്സിലാക്കുന്നുണ്ട്? Hallelujah. അതിനെടുത്തിട്ട് പറയാ, he accepted, he made us accepted in his beloved. He made. He has to forget so many things. We were in sin, we were in all those foolishness, but he had to make his mind. Out of his love, he disregarded everything and he took us as his own child. Hallelujah. പക്ഷെ ബിലവഡിനെ ചേർക്കുമ്പോൾ വേറൊരു സംഭവം കൂടെ അവിടെ നടക്കും. അതാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരു വാക്യത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കർത്താവ് എങ്ങനെ നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നേ. ഈ ചേർത്ത് പിടിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട്, when you took Jesus as your personal savior, at that moment it happened. Your destiny has changed. And if these words are applicable to you in the spiritual world, what happened on that day? Because you are equal to Jesus. When you accepted Jesus and when you got baptized, what happened on that day is something explained in Matthew chapter 3 verse 70. നമുക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ്, നമ്മളെല്ലാവരും കേട്ടുള്ള Matthew chapter 3 verse 70. പരിശുദ്ധാത്മാവ് പറയുന്ന ചില കാര്യത്തിൻ്റെ അകത്തൂടെ അങ്ങനെ പോയി നമുക്ക് എൻജോയ് ചെയ്യാം. Matthew chapter 3 verse 70. Praise God. Hallelujah. And suddenly a voice came from the heaven saying, "This is my beloved son in whom I am well pleased." Hallelujah. To his beloveds, to the chosen one, God Father has a declaration which happened in the spiritual world when you got out of the baptism pool. Amen. Hallelujah.
ക്രിസ്തു സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ സംഭവിച്ചത് എന്താ ഇവിടെ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. I am so pleased upon him എന്ന് സ്വർഗത്തിൽ നിന്ന് പിതാവ് ഒരു അറ്റസ്റ്റേഷൻ കൊടുത്തു. And Ephesians says that he has accepted us through Jesus, through his beloved, exactly as Jesus. So, in the same manner, God has declared upon you and me that I am so pleased on you. Amen. Hallelujah. എത്ര സന്തോഷമുണ്ട്. പിതാവ് തന്നെ പറഞ്ഞു, I am so pleased of you. ഓ ഹല്ലേലൂയ. ഇതൊക്കെ കേട്ടാ എനിക്കറിയാം, ഇത് വാസ്തവത്തിൽ ഇത് അകത്ത് ഇതിന്റെ സാധനം കത്തിയിട്ടുണ്ടെങ്കിൽ തറയിൽ നിൽക്കത്തില്ല, എടുത്ത് ചാടും. I am so pleased of you. The Almighty God himself is declaring that he is so pleased on you. Still you are worrying? Still you are blaming yourself? Oh Jesus. Hallelujah. എനിക്കറിയാം ഹോളി സ്പിരിറ്റ് തുറക്കുന്ന ഹൃദയത്തിനകത്ത് ഇടിച്ചു കയറ്റും. He says that I am so pleased on you. There's proof in the word of God. You should not interpret anything. You should not build your own ideas. Everything is written in this book. This is power. This is life. Jesus. Hallelujah. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനപ്പെട്ട് എഴുന്നേറ്റപ്പോൾ വെറുതെ ഒരു കുളത്തിനകത്ത് മുങ്ങിയിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് വെറുതെ എഴുന്നേറ്റ് വരികയല്ല ചെയ്തത്. In the spiritual world, everything has changed for you. He redrafted everything for you. The only thing, you should believe it. You should take it in your mind. Oh Jesus. Baptism is not a joke. Accepting Jesus Christ as your Savior is not a joke. Oh, hallelujah. Your destiny has changed on that day because he accepted you as his own child. അതും ഇതും കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് എനിക്ക് അതും വേണം ഇതും വേണം എന്ന് പറയാനല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ be bold. Say, I am with Jesus. I am a believer. I am with Jesus. I have the authority. I have the power to say, and I have the boldness to say that I am a baptized, born again, baptized Christ child. I am the son of God. എന്ന് പറയാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട്? ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തമാണ്. ഞാൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. ഞാൻ പിതാവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ പിതാവിൽ നിന്ന് വന്ന് പിതാവിലേക്ക് തന്നെ തിരിച്ചു പോകും. ഹല്ലേലൂയ. ആ റെവലേഷൻ കിട്ടുമ്പോഴാണ് ഈ ഭാരവും മാറി, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഈ ഭാരം മാറിയിട്ട് ഓക്കെ ഇതെല്ലാം കർത്താവിന്റെ എന്ന് പറഞ്ഞിട്ട് ചുമ്മാതിരിക്കുന്നു. ഒന്നിനകത്തും നിരാശ തോന്നത്തില്ല. Never utter that word depression. പലരും പറഞ്ഞു I'm depressed. What depression? You have been chosen in God. He says that he is pleased upon you, and you say that you are depressed. It's foolery. Hallelujah. പിശാചി കളിപ്പിക്കുന്നതിന്റെ പുറകെ പോകരുത്. അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ആ ആൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നോ നോ നോ, യു ആർ ഹിസ് ബിലവഡ്. നിന്റെ അകത്തിരിപ്പുണ്ട്. പൂർണ്ണ ആരോഗ്യത്തിൽ നിന്നിട്ട് പിന്നെയും ക്രച്ചസും സ്ട്രെച്ചറും ഒക്കെ വേണമെന്ന് പറയുന്നത് ഇസ് ഇറ്റ് ഫൂളറി? എന്റെ കാര്യത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചോണേ. Father is already pleased upon you. Jesus, hallelujah. ഒന്ന് സന്തോഷിച്ചു, ഒന്ന് പറഞ്ഞേ കർത്താവേ ഇതൊന്നും ഇതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യാനുള്ള കർത്താവ് സ്വസ്ഥതയ്ക്കകത്ത് കയറി എന്നിട്ട് യു ആർ ഓൾറെഡി പ്ലീസ്ഡ് അപ്പോൺ മീ. ഇതിനകത്തിരുന്ന് ഞാൻ എൻജോയ് ചെയ്യും. ഹല്ലേലൂയ. ഇതിന്റെ വേറെ പല ഭാഗത്തോട്ടും പോകാൻ ആ ഒരു ഇന്നത്തെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ടൊന്നും അല്ല കൊണ്ടുപോയത്. അതിന്റെ ഒരു പെരിഫറൽ സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകും. ഓക്കെ, വാട്ട് എവർ. Hallelujah. Holy Spirit is taking the whole control and I enjoy it every time. പണ്ട് വരെ ഞാൻ പറയുന്ന ഒരു കാര്യം, കർത്താവ് പറയുന്നതിന്റെ അകത്ത് നിന്ന് കൊടുത്തിട്ടുള്ള സന്തോഷം. Hallelujah. ഇന്ന് കേട്ടത് മുഴുവൻ അകത്തോട്ടൊന്ന് പിടിച്ചെടുത്തേ. ഒന്ന് പറഞ്ഞേ കർത്താവ്, I'm drawing those things from you. I'm taking my resources you.
നിന്നിൽ നിന്നാണ് ഞാനിത് മുഴുവൻ എടുക്കുന്നത്. ഇന്ന് കേട്ടത് മുഴുവൻ ഞാൻ കർത്താവിൽ നിന്ന് എടുക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ നിന്ന് എടുക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ പോവാ. ഇന്ന് മുതൽ ടേണിംഗ് പോയിന്റ്. ഞാൻ എക്സിറ്റ് എടുത്തെന്ന് പറയുന്നവരെല്ലാവരും കരങ്ങൾ അടിച്ച് എക്സിറ്റ് എടുത്തവർ എത്ര പേരുണ്ട്? എക്സിറ്റ് എടുത്തെങ്കിൽ പറഞ്ഞേ. ഹൈവേ കയറിയെന്ന് ഫാദർ ഒന്ന് വിളിച്ചു പറഞ്ഞു. ഓ ഹല്ലേലൂയ. നമ്മൾ ഈ എൻജോയ് ചെയ്ത് റൈഡിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഈ സൺറൂഫ് ഒക്കെ തുറന്നു വെച്ചിട്ട് മുകളിലോട്ട് നിന്ന് ഇങ്ങനെ കൈ കാണിച്ചു പോകാൻ. നല്ല സ്പീഡിൽ പോകുമ്പോൾ സൺറൂഫ് ഒക്കെ തുറന്നു വെച്ചിട്ട് സീറ്റിനകത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് കൈ വെക്കുന്നതല്ലെന്ന് കൈ വെച്ചോണ്ട് പറഞ്ഞു, ഐ ഓൺ ദ ഹൈവേ. ഓ ഹല്ലേലൂയ. ഒന്ന് എൻജോയ് ചെയ്ത റൈഡ്. കർത്താവ് ഓടിക്കുന്നതെന്ന്. അതിനകത്ത് ആ റൂഫൊക്കെ തുറന്ന് മുകളിലോട്ടൊന്ന് നല്ല ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് മുഖത്തോട്ടെ കാറ്റൊക്കെ അടിച്ച് ആ സൂപ്പർ ഹൈവേക്കകത്തുനിന്ന് കയറുന്നുണ്ട്. ഐ ആം ഓൺ ദ ഹൈവേ. എത്ര പേര് പറയുന്നത്? ശിശുക്കളെ പോലാണോ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കൈ ഉയർന്നിട്ട് പറഞ്ഞു, ഐ ആം ഓൺ ദ ഹൈവേ, ഐ ആം എൻജോയിങ് ദ റൈഡ്. ഹി ഈസ് ഡ്രൈവിംഗ് ദ കാർ. ഓ റോഖ ബട്ടെ, he is driving the car. I am going to enjoy. I am not going to take any exit. I am on the highway. Oh roko bashere. Hallelujah. സന്തോഷിച്ചോണ്ട് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, enjoy the ride. I am on the highway. Oh hallelujah. അതിന്റെ മുകളിലോട്ട് കയറി എന്നിട്ടൊന്ന് എൻജോയ് ചെയ്യും. ആ റൂഫിന്റെ മുകളിൽ കയറി എൻജോയ് ചെയ്തേ. ഓ ജീസസ്. Hallelujah. ഇവിടെ മുഴുവൻ സീറ്റിന്റെ മണ്ടയ്ക്ക് കയറുക ആൾക്കാർ. Hallelujah. Thank you Jesus. Thank you Jesus. Hallelujah. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, സുഖമായിട്ട് അടിച്ചു പൊള്ളിച്ച് പോവാം. ഹൈവേയില, ബ്ലോക്ക് ഒന്നുമില്ല, വിട്ടുവാ. 401 അല്ലത്, ഇത് കർത്താവിന്റെ ഹൈവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവ് മഹത്വപ്പെടുത്തുന്നു, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, നീയാ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവാ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. കർത്താവെ, നിന്നിൽ നിന്ന് കേൾക്കുന്നു, നിന്നിൽ നീ പറയുന്നത് പറയുന്നു. കർത്താവെ, അത് കേൾക്കുമ്പോൾ ഞാൻ തന്നെ ബലപ്പെടുന്നു. കർത്താവെ, ഞാൻ തന്നെ അതിനകത്തേക്ക് കയറിയിരിക്കുന്നു. കർത്താവെ, ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ടതെല്ലാം എന്റെ കൂടെ ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന നിന്റെ മക്കൾക്കുള്ളതാണെന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, ഇതെല്ലാം ഈ കേട്ട എല്ലാ വചനങ്ങളും കർത്താവിന്റെ വചനമായതുകൊണ്ട് അതിനകത്ത് ജീവനുണ്ട്. അത് ഞങ്ങൾ വ്യാപരിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു, നിന്റെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ യേശുവിന് തരുന്നു. കർത്താവ്, ഞങ്ങൾ സ്നേഹിക്കുന്നു. യേശുവെ ഞങ്ങൾ സ്നേഹിക്കുന്നു. We love you Jesus. We love you. We love you. We put all the trust in you Jesus. Hallelujah. ഞങ്ങളുടെ എല്ലാ വിശ്വാസവും, ഞങ്ങളുടെ മുഴുവൻ ട്രസ്റ്റും നിന്റെ കൈ തരുക. We are taking rest. ഞങ്ങൾ ഇന്ന് ആ ബിസിനസ്സിനകത്ത് കർത്താവ്, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഈ വർഷം ക്ലോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അറിയും കർത്താവ്, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സന്തോഷവും സമാധാനവും എല്ലാം 2 മാസം കഴിയുമ്പോൾ കർത്താവെ ഞങ്ങൾ ആ ബിസിനസിന്റെ റിസൾട്ട് അറിയുന്നത്. കർത്താവ്, ഇന്ന് ഞങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ അതിന്റെ റിസൾട്ട് അറിയും. കർത്താവ്, ഈ വർഷം അവസാനിക്കുമ്പോൾ കർത്താവെ, ആ 31st മീറ്റിംഗിന്റെ സമയത്ത് കേൾക്കാൻ പോകുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ, അത് കർത്താവ് ഈ വരുന്ന ആഴ്ചകളിലൊക്കെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് പുട്ട് ടുഗദർ ചെയ്യുമ്പോൾ 31st ഞങ്ങൾ കേൾക്കുന്ന കുറെ സാക്ഷ്യങ്ങൾ ഉണ്ടാവും. അത് അത്ഭുത സാക്ഷ്യങ്ങളായിരിക്കും. കർത്താവ്, ഇതുവരെ ജീവിതത്തിൽ ആർക്കും ഇതുവരെ ഒന്നും ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത പോലത്തെ സാക്ഷ്യങ്ങൾ വരുന്നതിനായിട്ട് സ്തോത്രം. നീ അത് ചെയ്തു തുടങ്ങിയതിനായിട്ട് സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സമയം എന്തായെന്ന് പോലും അറിയത്തില്ല. Okay, not bad. He's so real. Jesus is so real, so real. എന്നെക്കാളും നിങ്ങളെക്കാളും ഒക്കെ നമ്മളൊക്കെ ഇരിക്കും, നമുക്ക് ഇങ്ങനെ തൊട്ടു നോക്കുന്നതിനേക്കാളും റിയാലിറ്റിയാണ് ജീസസ്. നമ്മുടെ ലിമിറ്റിനകത്ത് നിൽക്കുന്നുണ്ടോ നമുക്ക് ഇതൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സ്ക്രീൻ, നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാര്, ഇതൊക്കെ ഈ വെറും ലോവർ വേൾഡിലുള്ള കാര്യമാണ്. നമ്മൾ ഹയർ വേൾഡിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചോണ്ടിരുന്നത്. നമ്മൾ ഈ മീറ്റിംഗ് തീരുമ്പോ പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീ പ്രൊമോഷൻ പോലെ മനസ്സിലാവും. നമ്മൾ ഇരുന്ന വലിയൊരു സ്ഥലത്ത് നമ്മളെ പിടിച്ച് ഡീ പ്രൊമോട്ട് ചെയ്ത് വേറും ലോവർ പൊസിഷനിൽ കൊണ്ടിടുന്ന പോലെയാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ.
പക്ഷെ ആ ലോവർ പൊസിഷനിൽ ഇരിക്കുമ്പോഴും ഞാൻ ശരിക്കും ഇരിക്കുന്നത് ആ ഹയർ പൊസിഷനിലെന്ന് അറിയുന്നതാണ് സമാധാനം. അവിടെ റെസ്റ്റ്. എന്റെ റിയൽ പൊസിഷൻ അതിന്റെ ചീഫാണ്. ഇന്ന് ഞാൻ ഇവിടെ ഒരു ഏറ്റവും ലോ ഗ്രേഡിലായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ റിയലി ഐ എം ദ ചീഫ്. ഈ പ്രാങ്ക് ഒക്കെ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അണ്ടർ കവർ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യാനൊക്കെ പോകുന്ന പോലെയാണ്. സൂപ്പർ സിഇഒ ആണ്, പക്ഷെ ഏറ്റവും താഴത്തെ ലെവലിൽ വർക്ക് ചെയ്യുക. എന്തിനാ? നമുക്കറിയാം നമ്മൾ ആരാന്ന്. പക്ഷെ അങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ കരയോ? ഇല്ല. ഐ എം ജസ്റ്റ് പ്രാങ്കിങ് ദം. എന്റെ ചുറ്റും നടക്കുന്ന വേൾഡിനെ മുഴുവൻ ഞാൻ ഇന്ന് പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കും. റിയലി ഐ ആം സംതിങ് എൽസ്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സങ്കടവും വരത്തില്ല. ഞാൻ ഇവിടെ വന്നേക്കുന്നതെന്ന് ഞാൻ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടവും ഇല്ല. ഹല്ലേലൂയ. എനിക്ക് അതില്ല ഇതില്ലെന്നൊന്നും പരാതിയില്ല. കാര്യം ഇതെല്ലാം എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഈ പ്രാങ്കിങ് നിർത്തിയിട്ട് അല്ലെങ്കിൽ എന്റെ ആക്ടിങ് നിർത്തിയിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും അത് പോയി എടുത്തോണ്ട് വരാം. ബട്ട് ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് ദെയർ. എനിക്ക് വേണ്ടിയപ്പോൾ ഞാൻ പോയി എടുത്തോളാം. പക്ഷെ ഐ ഹാവ് ടു ബി ഇൻ ദിസ് റോൾ ഫോർ സം ടൈം. ഐ ഹാവ് എ മിഷൻ ഹിയർ. അതുകൊണ്ട് തന്നെ ഹീബ്രൂസിൽ പറയുന്നല്ലേ, ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയ യേശുവിനെ ഇങ്ങോട്ട് വിട്ടത്. കർത്താവ് പറഞ്ഞു എനിക്ക് അവിടെ തന്നെ ഇരുന്നാൽ മതി, എനിക്ക് ഇവിടെ ഇരിക്കണ്ടെന്ന്. He had a mission. That's why he was enjoying that. He got depromoted like anything, അല്ലേ? ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴെ വന്നു. എന്തുകൊണ്ടാണ്? എന്നിട്ട് അത് അനുസരണത്തോടെ അത് സഹിച്ചപ്പോൾ ഏറ്റവും മുകളിൽ തിരിച്ചുകൊണ്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യും. In the same way he will reinstate you back. But even when you are in this position, he will take care of you. He will never forsake you. He is with you. Hallelujah. Thank you, Jesus. Thank you, Jesus. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു കർത്താവേ. സകലതും നിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ഇന്ന് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ നല്ലോ. ബർത്ത്ഡേ ബിനു ബ്രദറെ, ഹല്ലേലൂയ. ബിനു ബ്രദറിന്റെ കൂടെ ബർത്ത്ഡേ ഉള്ള വേറെ ആരുമില്ലേ? അതെ, അത് എക്സ്ക്ലൂസീവ് ബർത്ത്ഡേ ആണ്. Next Saturday, Dinade. Saturday. Yeah. Okay. Happy birthday. Next Saturday. Okay. ബിനു ബ്രദറിന്റെ എക്സംഷൻ ആണ്. കാര്യം വീട്ടിൽ ബാക്കി എല്ലാവരുടെയും എക്സ്ക്ലൂസീവ് ബർത്ത്ഡേ ആണ്. ഓക്കെ, ബിനു ബ്രദറിന്റെ ബർത്ത്ഡേ, ജീന സിസ്റ്ററിന്റെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. റിച്ച് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചേ. പിതാവ്, പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ നല്ല നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഹസി സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് നീയാണല്ലോ അവരെ കണ്ടിരിക്കുന്ന കർത്താവേ. ഓരോ മേഖലകളിലും ഉയർത്തി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ്. ഒരു വർഷപ്പോടെ കർത്താവിൽ കൊടുത്ത് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കർത്താവ് അവരെ ഇവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവ് ഈ ദേശത്തെ ഏറ്റവും അനുഗ്രഹമായി, ഇവരുടെ കുടുംബങ്ങളിലെല്ലാം, ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഇവർ ഏറ്റവും അനുഗ്രഹമായി മാറണം കർത്താവ്. എല്ലാ മേഖലയിലും ഒരു ഉയർച്ചയിൽ നിന്ന് ഉയർച്ച കാണേണ്ട കർത്താവ്. അനേകർക്ക് ഈ മക്കൾ ഒരു അനുഗ്രഹമായി മാറണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന കർത്താവ്. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന എല്ലാ മേഖലയും വലിയ അനുഗ്രഹമാക്കി മാറണം കർത്താവ്. ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ്. നിന്റെ കൃപയിൽ മക്കളെ സൂക്ഷിക്കണം കർത്താവ്. ഏറ്റവും ബെസ്റ്റ് ഇയറായി മാറട്ടെ കർത്താവ്. ഫുൾഫിൽമെന്റ് വർഷമായി മാറട്ടെ കർത്താവ്. എല്ലാ ആഗ്രഹങ്ങളും കർത്താവ് നിറവിനാൽ നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹാപ്പി ബർത്ത്ഡേ ബോത്ത് ഓഫ് യു. ബിനു ബ്രദറിന്റെ ബർത്ത്ഡേ ഇന്നാണോ? അല്ല, 22nd. 22nd. Okay. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. വാസ്തവത്തിൽ എനിക്ക് ആ സംശയം തോന്നാൻ പാടില്ലാത്ത, കാരണം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം 100% പെർഫെക്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുക. ഞാൻ അതിനകത്ത് വാസ്തവത്തിൽ ജിജോ ബ്രദറിനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. ബർത്ത്ഡേയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെയും കാര്യം ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. I didn't even look at that.
കറക്റ്റ് ടൈമിൽ സാധനം വന്നോണ്ടിരിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ജോ ബ്രദറെ. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ 100% അതിന്റെ ആക്യുറസി അല്ല, അത് വാസ്തവത്തിൽ അത് കർത്താവിനുള്ള ഡെഡിക്കേഷൻ. I praise Jesus. Hallelujah. Thank you Jesus. സാക്ഷ്യങ്ങളുള്ളവർക്ക് നമുക്ക് സാക്ഷ്യം കേൾക്കാനൊക്കെ റെഡിയാണ്. സാക്ഷി എപ്പോഴും ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം എപ്പോഴും തങ്ങൂർ പറയുന്നത് കേട്ടായിരുന്നു. ഇന്നർ ചേമ്പർ കേൾക്കുന്നവർക്ക് പല കാര്യങ്ങളും അതിനകത്തുനിന്ന് പിടികിട്ടുന്നതുകൊണ്ട് ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ അത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ നിൽക്കരുത്. സാക്ഷ്യം ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, അന്നേരം തന്നെ പറയണം. അതുപോലെ പ്രാർത്ഥിച്ച് കർത്താവ് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ആ സമയത്ത് തന്നെ. ഇന്നൊരു ക്യാൻസർ പേഷ്യന്റിന്റെ കാര്യം പറയുന്നത് കേട്ടില്ലേ? ഒരു കുഞ്ഞിനെ മടി വെച്ചോണ്ട് കേട്ടോണ്ടിരിക്കുന്ന ആള് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഹോളി സ്പിരിറ്റ് വിൽ നെവർ ലൈ. പറയുന്ന കാര്യങ്ങൾ അത് അതുപോലെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. കാര്യം ഈ ശുശ്രൂഷിക്കുന്നവൻ ഇതിനകത്തുനിന്ന് യാതൊരു ഒന്നും പറയാനില്ല, കാര്യം പോകാനൊന്നുമില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പറയും, അത്രേ ഉള്ളൂ. അതിനകത്ത് ട്യൂണ്ടാണെ പറയും, നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ അന്ന് ഒരാൾ അവിടെ ഇരിപ്പുണ്ടെന്ന് വ്യക്തമായിട്ട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു. അത് പറഞ്ഞു, പക്ഷെ അവര് മടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വന്ന് കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ വാസ്തവത്തിൽ ആ വേർഡ് ഓഫ് ഗോഡ് വീഴുന്ന സമയം എന്ന് പറയുന്നത് അത് വൺസ് ഫോർ എവർ, അങ്ങനെ ഒറ്റ പ്രാവശ്യം അതങ്ങനെ വരും. വൺസ് ഫോർ വൺ ടൈം അതിങ്ങനെ വീഴും. ആ സമയത്ത് ഗ്രാബ് ചെയ്യുക, അത് ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യും. സോ നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. ഹല്ലേലൂയ. ആശ സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 2 ആഴ്ച മുമ്പ് എല്ലാവരും എക്സാം എഴുതിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചു. ഞാനൊരു എക്സാം എഴുതി, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ പാസ്ഡ് RPN എക്സാം. ശരിക്കും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഒരു 15 ഡേയ്സ് മാത്രമേ അതിന് വേണ്ടി ഇത് ചെയ്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 48 hours മുമ്പ് വരെ ഞങ്ങൾ അത് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. then Ashik said just why don't you try. അതുകൊണ്ട് അപ്പോഴും നേരത്തെ ഒരു ഹംബറിലെ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് കിട്ടിയൊരു വചനം ഉണ്ടായിരുന്നു, വിക്ടറി ഈസ് യുവേഴ്സ് എന്ന് പറഞ്ഞ്. അന്ന് ഇങ്ങനെ ഓൾമോസ്റ്റ് ഫെയിൽ ആകുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ചർച്ചിലോട്ട് കയറി വരുമ്പോൾ ജയബ്രദർ പറഞ്ഞുകൊണ്ടിരുന്ന വചനം അതാണ്. അപ്പോൾ ഐ ടുക്ക് ഇറ്റ് ആസ് മൈ വേർഡ് ഇൻ ഓൾ ദി എക്സാംസ്. അപ്പോൾ ആ ഒരു വചനം എടുത്തുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നി ദൈവത്തിന് തരാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല, എന്തായാലും പോയി എഴുതി നോക്കാം. എക്സാമിന്റെ തലേദിവസമാണ് ഞാൻ അറിയുന്ന പോലും 4 മണിക്കൂറിന്റെ എക്സാം ആണെന്നത്. അങ്ങനെ ഒരു ഇതിലാണ് പോയി എഴുതിയത്. റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. But it's only by the grace of God I got passed. All the grace to God. Hallelujah. Thank you Jesus. കർത്താവിനെ മാത്രപ്പെടുത്തിക്കുക. ഇത് യേശു ആണോ കൂടെ നിൽക്കുന്നത്. Amen. Amen. പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഒത്തിരി സമയം വേണം, അതൊക്കെ ലോകത്തിന്റെ റൂളാണ്. പക്ഷെ കർത്താവ് ഒരു കാര്യം നിശ്ചയിച്ചാൽ he can expand and he can make it short. ടൈം എന്ന് പറയുന്ന കർത്താവിന്റെ കയ്യിൽ ഫ്ലെക്സിബിൾ ആണ്. നമ്മളിപ്പോ ഇങ്ങനെ ടൈം ഫ്രെയിമിനകത്ത് നമ്മളിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി വി ആർ ബിയോണ്ട് ഇറ്റ്. ഈ സമയമൊന്നും നമ്മളെ ബന്ധിക്കുന്നതല്ല. ഇതിപ്പോ ഈ സമയത്ത് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി തന്നിരിക്കുന്ന ഒരു സാധനം ടൈം. അത് കർത്താവിന് ചുരുക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. ചില കാര്യങ്ങൾ വേഗത്തിൽ നടത്താനും ചിലത് സ്ലോ ആക്കാനും കർത്താവിന് പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് ചിലതൊക്കെ സ്ലോ ആകേണ്ടി വരും, അതും ചെയ്യും. കർത്താവ് ഫൈൻ ഇല്ലാതെ അടക്കേണ്ടി ഇത്രയും ദിവസമാണ്. പക്ഷെ അതിനകത്ത് എനിക്ക് കർത്താവ് എന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ടൈം വലിച്ചു നീട്ടിയും തരും. എന്തും ചെയ്യാൻ പറ്റും. താങ്ക് യു ജീസസ്. അടുത്ത ആള് വെച്ചേ പോരട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ സാക്ഷ്യം പറയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. തങ്കു ബ്രദർ ഓൾറെഡി സാക്ഷ്യം. അപ്പൊ ഞാൻ തുടങ്ങുന്ന കുറച്ച് കാര്യം തുടങ്ങാൻ പഴയത് തൊട്ട് പറഞ്ഞാലേ അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാകും. അപ്പൊ ഞാൻ കോഴ്സ് എന്റെ ഏപ്രിലിൽ കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൊറോണ വന്ന് അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ഞാൻ ക്വിറ്റ് ചെയ്തു. കൊറോണ കാരണം ഞാൻ ക്വിറ്റ് ചെയ്തതാണ്, അല്ല ഒരിക്കലും ഞാൻ അവിടുന്ന് ക്വിറ്റ് ചെയ്തില്ല. അപ്പൊ അവരെനിക്ക് പിയാനോ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കൊറോണ കാരണം ഞാൻ നിർത്തി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വേറെ ജോലി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് എന്റെ മനസ്സിലിങ്ങനെ ഡൗട്ടുകൾ വരുവാണ്, ഞാൻ തിരിച്ച്
പഴയ സ്ഥലത്ത് വർക്കിന് കയറണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ള ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ ജബിവറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ സ്കാർബോയിൽ നിന്ന് മിസ്ഡാക്കി മൂവ് ചെയ്തു ജോലിയുടെ ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വന്നിട്ടും പല ജോലിയിലും വരുന്നുണ്ട്. അപ്പൊ ജബിവറിനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ ജബിവർ എന്നോട് പറയും, മോനെ അതല്ല, മോന് കർത്താവ് വേറൊന്നും തന്നിട്ടുണ്ട്, മോന് കറക്റ്റ് ആയിട്ടുള്ളത് തരും, ഇത് വേണ്ട വേറൊന്നും മതി എന്നുള്ള ഒരു ഓപ്ഷൻ എനിക്ക് പറയുമായിരുന്നു അന്ന്. അപ്പൊ ഞാൻ ജബിവർ എന്ന് പറയുന്ന കേട്ട് ഞാൻ അതിനങ്ങ് കീഴ്പ്പെട്ടു. അപ്പൊ ജബിവർ പറഞ്ഞ അതേ ഇതിന് ഞാനങ്ങ് കീഴ്പ്പെട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ഇതിന് പോകുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഭാരമായി, കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ജോലി ആകുന്നില്ല, അപ്പം പലർക്കും ജോലി ആകുന്നു, കർത്താവ് തന്നെ എനിക്ക് മാത്രം ആകാത്ത എന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിൽ വന്നു. അപ്പൊ ഒരു വിഷമമൊക്കെ വന്നു. അപ്പം കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. അപ്പൊ ഞാൻ അതിലങ്ങ് വിശ്വസിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീക്ക് എനിക്കൊരു ഇന്റർവ്യൂ വന്നു. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോയി. അപ്പൊ ഇന്റർവ്യൂവിന് പോയപ്പോ ഇന്റർവ്യൂവിന് കുറച്ച് പ്രോബ്ലം അങ്ങനെ ഓരോ ഇത് ടാസ്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി വേറീഡ് ആയിട്ടാ പോയത്. അപ്പൊ ടാസ്ക് കഴിഞ്ഞിട്ട് അവരെന്നെ ഇന്റർവ്യൂവിന് വെച്ചു. ഇന്റർവ്യൂവിന് 2 പേരാ വന്നത്. അപ്പൊ ഇന്റർവ്യൂവിന് എന്നോട് ചോദിച്ചു, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്തേലും ഞങ്ങളോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, എനിക്ക് ഈ ജോലി കിട്ടിയെന്ന് ഉറപ്പ്, അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളൂ, എനിക്ക് ഈ 29th ജിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, അന്ന് മാത്രം എനിക്ക് ഓഫ് വേണം. അപ്പൊ അവരെന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് വന്ന ഒരാൾ എന്നോട് ഇങ്ങനെ പറയാം, ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ റിപ്ലൈ തരുന്നതെന്ന്. ഞാൻ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞാൽ എനിക്കറിയാം കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പൊ അവരുടെ റെസ്പോൺസ് കഴിഞ്ഞ ദിവസം വന്നു, സെലക്ടഡ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ വിത്ത് പെർമനന്റ് ജോബാണ്, വിത്ത് ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്, മെഡിക്കലും ഉണ്ട്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അപ്പൊ കർത്താവ് നമുക്ക് തരുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തരത്തുള്ളൂ. അപ്പൊ കർത്താവിന്റെ ഹിതത്തിന് നമ്മൾ വിട്ടുകൊടുത്താൽ നമുക്ക് ഭാരവും പ്രയാസം എല്ലാം വരും. പക്ഷെ കർത്താവ് നമ്മളെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭാരം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതോറും ഏറ്റവും ബെസ്റ്റാണ് നിങ്ങൾക്ക് തരത്തുള്ളൂ, ഏറ്റവും ബെസ്റ്റ്. കർത്താവ് നിങ്ങളെ ഏറ്റവും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് അവിടെ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ അതുപോലെ പറഞ്ഞേക്കണം, ഈ ജോലി എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാ, നീ തടഞ്ഞാലും എനിക്ക് വന്നിരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങുമ്പോൾ പിന്നെ അതിനകത്ത് വേറെ ഒന്നും, അത് പരിശുദ്ധാത്മാവ് അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന, ഞാൻ ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ജോലിയിൽ കർത്താവ് അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൊടാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് മാറാതെ നിങ്ങൾ ഇരിക്കുന്ന ജോലിയിൽ നിന്ന് പോയാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വരും. You are moving only according to him. You are moving according to the plan of Jesus. Hallelujah. അവരിടത്തുനിന്ന് എടുത്ത് വേറെടുത്തോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മാറ്റി വെക്കുന്നത് താഴോട്ടല്ല മുകളിലോട്ടേ മാറ്റി വെക്കും. Hallelujah. എന്നെ ഇരുത്തിയിരിക്കുന്ന മുകളിലാന്ന് പറഞ്ഞു. റിയലി ഞാൻ അവിടുത്തെ സൂപ്പർ സിഇഒ ആണ്. പക്ഷെ ഇന്ന് ഫ്രാങ്കി ആൻഡ് ഡിസ്ഗൈസ് ചെയ്ത് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഇസ് ജസ്റ്റ് എ ടെമ്പററി എക്സ്പീരിയൻസ്, ഒരു ബിലോ ലെവലിൽ ടെമ്പററി എക്സ്പീരിയൻസിലാണ് നിൽക്കുന്നത്. റിയലി ഐ ആം നോട്ട് ദിസ്. ഞാൻ അവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ 2 സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇവര് രണ്ടുപേരും ആശ്രയിച്ച യേശുവിനൊന്നും ഒരു മാറ്റവും ഇല്ല. ആ യേശു തന്നെയാണ് നിങ്ങൾ വിശ്വസിച്ചേക്കുന്നത്. ആ യേശുവിന് ഇതല്ല ഇതിനേക്കാൾ വലുത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2 പേരുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത വിടുതലിനെ ഓർത്ത് അവനെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യാം. ആർക്കും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പേഴ്സണലായിട്ട് എന്നെ വിളിച്ച പ്രാർത്ഥനാ വിഷയം പറഞ്ഞ ആളുകളുണ്ട്. പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതമായിട്ട് വിടുതലുകൾ നടത്തും. കർത്താവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, ട്രസ്റ്റ് അവിടെ വെച്ച് കൊടുത്താൽ നമ്മൾ. പിന്നെ ഇന്ന് കേട്ടത് അനേകർക്കുള്ളതാണ്. ആ ഭാരം കർത്താവിനുള്ളതാ, നിങ്ങൾക്കുള്ളതല്ല. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ വായിലേക്ക് വിളിക്കാം. ഇന്ന് സോ ചെയ്യുമ്പോൾ ഇന്ന് കേട്ട ഹല്ലേലൂയ ഇന്ന് കേട്ട വചനത്തിനകത്തുനിന്ന് ഇന്ന് പറഞ്ഞതിനകത്ത് അതിന്റെ എവിടെ ഒരു ഹുക്കുണ്ട്. ഇന്ന് വിതയ്ക്കുന്നവരാ എമൗണ്ട് കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. Something awesome is going to happen. Amen. Hallelujah.
വിതയ്ക്കാനുള്ളത് കയ്യിലെടുത്ത് വെക്കുമ്പം കേട്ട വാക്കിനകത്ത് കയറി നിന്നേ. ഹല്ലേലൂയ. കർത്താവ് ആ ബിസിനസ് ക്ലോസ് ചെയ്ത് തരുമ്പം ഒരു നിറവ് കർത്താവ് ഉണ്ടാക്കിയിരിക്കും. വിശ്വസിക്കുന്നതിന് വേണ്ടി ആ നിറവുണ്ടാക്കും. ഈ വർഷം തീരുന്നതിന് മുമ്പേ ആ നിറവ് കാണണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് കുറെ പൈസ കിട്ടാനായിട്ട് ഇത് ഏറ്റെടുക്കരുത്. എൻ്റെ കുറെ കാശ് വന്നു പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബിലോ ദ ഗ്രേഡ് ആയി പോകും. കർത്താവിന്റെ അനുഗ്രഹം അനുഭവിക്കണം. വിതയ്ക്കുമ്പോൾ അത് ഏറ്റെടുത്തോണ്ട് പറഞ്ഞു, കർത്താവ് ഞാൻ ഏറ്റെടുക്കും. ഇന്ന് കയ്യിൽ ഒന്നും ഇല്ലാത്തവരോടുകൂടെ എന്ന് പറയാം, നിങ്ങൾ നല്ല ഞെരുക്കത്തിലായിരിക്കുന്നതെങ്കിൽ കവിഞ്ഞൊഴുകുന്നത് വിതയ്ക്കാനുള്ളത്, അതായത് വിതയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭാരവും തോന്നാത്ത വണ്ണം നിങ്ങളെ കൊണ്ട് വിതപ്പിക്കാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും. അത് ഏറ്റെടുത്തോണ്ട് കർത്താവിനോട് പറഞ്ഞ് ഇന്ന് വിതയ്ക്കുമ്പോൾ, ഇന്ന് ഈ തുകകളെ എടുത്ത് കൈ വെക്കുമ്പോൾ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കത്തില്ല, വേറെ ആരും പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കയ്യിലെടുത്ത് വെച്ചിട്ട് കർത്താവിനോട് നിങ്ങളുടെ ഭാഷയിൽ കർത്താവിനോട് സംസാരിക്കും. വചനം ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ വിതയ്ക്കുന്ന കാര്യം ഇന്നിപ്പം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതിനകത്ത് എനിക്കറിയാം, നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുമെങ്കിൽ പോലും ചേഞ്ച് ചെയ്യണം. കർത്താവിനോട് ഐ പുട്ട് മൈ ട്രസ്റ്റ് ഓൺ യു. ഹല്ലേലൂയ. ഇന്ന് വേറെ ആരും പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ വിതയ്ക്കുന്നതിന് നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വേറെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇനിയിപ്പം അത് അതിനുള്ള സമയമില്ല. എനിവേസ് അത് അടുത്ത ആഴ്ചയാവാം. സോ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിരുന്നത്, നിങ്ങൾ എല്ലാവരും ഒന്നത് അത് റെഡി ആയിട്ടുള്ളവര് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. കുറെ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കാണാൻ നമ്മുടെ കണ്ണ് തുറന്നാണ്, നമ്മുടെ മനസ്സൊന്ന് രൂപാന്തരപ്പെട്ടുകൊള്ളുന്നു. നമ്മളൊന്ന് ഓപ്പൺ അപ്പ് ചെയ്താൽ മതി. നമ്മൾ ഹാർഡൻ ചെയ്യാതെ പല സംശയവും പല ചോദ്യങ്ങളും അതങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് പല കാര്യങ്ങളും ക്രിട്ടിസൈസ് ചെയ്ത് തുടങ്ങുമ്പോഴൊക്കെ വചനം കേൾക്കുമ്പോൾ വാസ്തവത്തില് പല കാര്യങ്ങളും ഇപ്പൊ ഈ ഇന്നർ ചേംബർ ഇറ്റ്സ് എ ട്രഷർ. ഓരോ ദിവസവും ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞത് കേട്ടതൊക്കെ തന്നെ ചിലപ്പം കേൾക്കും, പക്ഷെ ഇറ്റ് ഇസ് ലൈഫ്. ഏതായാലും ഇന്നർ ചേംബർ ആണെങ്കിലും റൈസ് ആൻഡ് ഷൈൻ ആണെങ്കിലും എല്ലാം കാര്യം അത് ശുശ്രൂഷിക്കുന്ന ആരെങ്കിലും നോക്കിയിട്ടല്ല. ഈ അതിനകത്ത് പലതും പറയുമ്പം വാസ്തവത്തിൽ നമ്മളെ നന്നായിട്ട് ഹിറ്റ് ചെയ്യും. കാര്യം വേർഡ് ഓഫ് ഗോഡ് വിൽ നെവർ ചേഞ്ച്. നമ്മുടെ അനുഗ്രഹത്തിന്റെ മുഴുവൻ സീക്രട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. നമ്മൾ റിഫൈൻ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് വാസ്തവത്തിൽ ഇത് വരുന്നത്. പലതും പറയുമ്പോൾ ഈ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്നൊക്കെ പറയുമ്പം കാര്യം പലപ്പോഴും ഭയപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ ഇങ്ങനെയൊക്കെ പലതും കേൾക്കുന്നു, പക്ഷെ ഇതൊന്നും നീ അവരെ പരിപാലിക്കണമെന്ന് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. കാര്യം വേർഡ് ഓഫ് ഗോഡ് വിൽ നെവർ ചേഞ്ച്. അതുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കണം, പലപ്പോഴും നമ്മളെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്നും കേട്ട വചനത്തിനകത്ത് ആ ലൈഫ് ലീച്ച് ഔട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട അതിനകത്ത് കർത്താവിന്റെ വചനത്തിനകത്ത്. ഇപ്പം ഇന്ന് ഈ കേട്ടതുപോലെ അതൊരു സാമ്പത്തികമായിട്ടുള്ള ചെറിയ അനുഗ്രഹത്തിന്റെ പുറകെയല്ല, അതല്ല, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കും. കർത്താവിന്റെ പ്ലാനിനകത്ത് നമ്മൾ, പക്ഷെ കർത്താവിന്റെ വചനം ഉണ്ടെങ്കിൽ അതൊരു ആ വാക്ക് പരിശുദ്ധാത്മാവ് വിട്ടിട്ടുണ്ടെങ്കിൽ ആ വചനത്തിനകത്ത് സാധനമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അത് കേട്ടോണ്ട് ഞാൻ വേറെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ അല്ലെങ്കിൽ അതിങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, എന്റെ കാൽക്കുലേഷനകത്ത് അല്ല അത് നിൽക്കുന്നത്.
എന്റെ കാൽക്കുലേഷൻ വിടണം. ഞാനിപ്പോ കൂടുതൽ സമയം എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇരിക്കുന്ന അനേകരോട് പറയും, ബ്രേക്ക് ത്രൂ ഫൈനാൻഷ്യൽ, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? ഈ പൈസയുള്ള പിടി വിടുമ്പോഴാണ്. പിടി വിട്ടാൽ അത് നടക്കും. ഈ ഞാനൊരു പ്രാവശ്യം ഒരു കുടുംബം എന്നോട് അത് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഇത്രയാണെന്ന് പറയാറില്ല. ഈ പല കാര്യങ്ങളിലും അതിനകത്ത് നമ്മൾ സെന്റ് വരെ കണക്ക് കൂട്ടി പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് പലരെയും. ലോകത്തിൽ മുഴുവനുണ്ട് ഒത്തിരി പേര്. അത് ഇന്നതിന്റെ വളരെ കറക്റ്റായിട്ട് അതിനെ അറിയണം, പക്ഷെ അത് രജിസ്റ്റർ ആവരുത് തലയ്ക്ക്. അത് ആ പിടി വിടണം. പൈസയോടുള്ള ആ പിടി വിട്ടാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഷാർപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇന്നതിന്റെ ഓരോ സാധനത്തിന് ഈ 99 സെന്റ് 97 സെന്റും വരെ എണ്ണുന്ന ആൾക്കാരുണ്ട്. ഈ കാൽക്കുലേഷൻ ഒന്ന് വിട്ടേ, കർത്താവ് അത്ഭുതകരമായിട്ട് നിറയ്ക്കും. ഉള്ളതിനകത്തൊന്നും കയ്യിൽ ഇത്രേ കാണുള്ളൂ, പക്ഷെ നിന്റെ കയ്യിൽ ഇത്ര ഇരിക്കുന്നത് അത് പൊലിച്ചു വരും. മൾട്ടിപ്ലൈ ചെയ്യും കർത്താവ്. സകല ആവശ്യങ്ങളും അവന്റെ ധനത്തിനൊത്തവണ്ണം. ദാറ്റ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ദ വേൾഡ്ലി ലോ, ഇറ്റ് വിൽ ബി ബിയോണ്ട് ഇറ്റ്. നിങ്ങൾ പോലും അറിയാൻ വയ്യാത്ത പോലെ കാര്യങ്ങളിൽ കർത്താവ് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തും. പക്ഷെ ആദ്യം ഇതിനുള്ള ഗ്രിപ്പ് വിടണം. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ വഴികൾ തുറക്കുന്നത് കൊണ്ടാണ് ഇത് പറയിക്കുന്നത്. സോ ബി ഇൻ ദാറ്റ് ലൈൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവേ, ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇന്ന് മുതൽ എന്നേക്കും നമ്മുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവിനെ ആർത്ത് വിളിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.